കൈപിടിച്ച് നടന്ന് ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ഇനിയും ഇവൻ എൻ്റെ കൈ പിടിച്ചാൽ നടക്കത്തില്ല. സോ യു നോ വാട്ട് ഐ ഡു? ഒരു സ്ഥലത്തെത്തുമ്പോൾ, അടുത്തൊരു ലെവലിലേക്ക് ഇറങ്ങാനാകുമ്പോൾ ചിലപ്പോൾ കൈ പിടിച്ചിരിക്കുന്ന ആ പിടി വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർബന്ധത്താൽ ഞാൻ കൈ പിടിപ്പിക്കും. ഐ ജസ്റ്റ് ഫോഴ്സ്, ഹി വോണ്ട് ലെറ്റ് ഗോ ഓഫ് മൈ ഹാൻഡ്. എങ്കിലും ഞാൻ പിടിപ്പിക്കും. എന്നിട്ട് ഞാൻ കയറി കയ്യെല്ലാം പിടിക്കും. ഇനി ഇവൻ ട്രൈ ചെയ്താലും വിടാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ ഇവനെ കൊണ്ടങ്ങ് മേളിൽ കയറും. കാര്യം, മേളിൽ കയറുന്ന കൂട്ടത്തിൽ കാല് തെറ്റി താഴെ പോകല്ല. പലപ്പോഴും മേളിലേക്ക് കയറുമ്പോൾ, പലപ്പോഴും കൂരിരുൾ താഴ്വരയിൽ കൂടെ ഇറങ്ങുമ്പോൾ, പലപ്പോഴും നമ്മൾ പിടിച്ചിരിക്കുന്ന പിടി വിടും എന്ന് വിചാരിക്കുമ്പോൾ ആ പിടി വിടുവിച്ചിട്ട് തന്റെ കരങ്ങൾ കൊണ്ട് മുറുകെ പിടിക്കുന്ന ദൈവത്തിന്റെ കരുതൽ എന്നൊരു യാഥാർത്ഥ്യമാണ്. God bless you. ഇന്ന് പകൽക്കാലം ചിലർ പിടിച്ചിരിക്കുന്ന പിടി വിട്ടിട്ട് ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങളെ കയറി പിടിക്കുവാൻ ആ നിർബന്ധത്താലുള്ള ലീഡിംഗ് ചിലർക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ലോകത്തിൻ്റെ പല ഭാഗത്തിരിക്കുന്ന ഞങ്ങളെ, പട്ടണത്തിൻ്റെ വിവിധയിടങ്ങളിലിരിക്കുന്ന ഞങ്ങളെ, പല ഭവനങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ, പല സാഹചര്യങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ വ്യത്യസ്ത മീഡിയകളിലൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ച സാഹചര്യം ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി ഉപയോഗിപ്പാൻ അവസരം തന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി അങ്ങയെ സ്തുതിച്ചു വാഴ്ത്തുന്നു. ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിൻ്റെ ബലത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ കാണണമേ. അങ്ങയുടെ സർവശക്തിയുള്ള കരം കൊണ്ട് ഞങ്ങളെ താങ്ങണമേ. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് എന്ന് കൽപ്പിച്ചവനെ, നിത്യനായ ദൈവത്തിൻ്റെ ബലമുള്ള ഭുജങ്ങളിൽ ആ ജനത്തെ അങ്ങ് വഹിക്കണേ. അങ്ങയുടെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയുടെ ഓരോ ഘടകങ്ങളും ഞങ്ങൾക്ക് അനുഗ്രഹമാകണമേ. ഞങ്ങളുടെ പാട്ടുകൾ ആരാധനകളായി മാറട്ടെ. അത് ദൈവസന്നിധിയിൽ ജീവനുള്ളതാകട്ടെ. ഒരാത്മാവിൽ അങ്ങേ ആരാധിപ്പാൻ ആത്മാവിൻ്റെ ഐക്യത ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ മേൽ ദൈവിക ശക്തി പകരണമേ. കർത്താവ് ഞങ്ങളോട് ഇടപെടുന്ന ദിവസങ്ങളായി മാറട്ടെ. ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന ദൈവം അംഗീകരിക്കണമേ. അവയ്ക്ക് മറുപടി തരണമേ. ഞങ്ങൾക്കുള്ളത് ഒരുക്കി കാത്ത ആരാധനയുമായി ഞങ്ങൾ തിരുമുമ്പിൽ വന്ന് ഞങ്ങൾക്കുള്ളത് ദൈവസന്നിധിയിൽ അർപ്പിച്ച് അങ്ങ് തരുന്നത് വാങ്ങി മടങ്ങുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസങ്ങളിലേക്ക് ആവശ്യമുള്ള ആത്മിക ഭോജനം ഇന്നു പകൽ തന്ന്, ആത്മിക സംതൃപ്തി തന്ന്, ആത്മാവിൻ്റെ ബലം തന്ന് അടിയങ്ങളെ പരിപാലിച്ചാലും ശത്രു കാണാതെ ഞങ്ങളെ തൃക്കരങ്ങളിൽ ഒളിപ്പിക്കണമേ. മുഴുമഹത്വവും അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Thank you Jesus. Hallelujah. കർത്താവേ, അങ്ങക്ക് തുല്യം ചൊല്ലാൻ ആരുമില്ലപ്പാ. ഞങ്ങൾ ഇത്രത്തോളം സ്നേഹിച്ച്, ഇത്രത്തോളം മാനിച്ച് അങ്ങക്ക് മുഴുവൻ ആരാധനയും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു പിതാവേ. ഹല്ലേലൂയ യേശുവേ. അങ്ങ് ഉയർത്തുന്നു രാജാവേ. യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ. യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ
യേശുനാഥാ നീ എൻ പ്രേമഗീതമാ എൻ യേശുനാഥാ നീ എൻ ജീവനേ അങ്ങെപ്പോലെ സ്നേഹിച്ചിട ആവതില്ല ആർക്കുമേ സ്നേഹമേ പ്രേമമേ അങ്ങേ മാറിച്ചാരുന്നു സ്നേഹമേ പ്രേമമേ അങ്ങേ മാറിച്ചാരുന്നു ആരാധന 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 സകലാരാധനയ്ക്ക് യോഗ്യനായ ദൈവമേ ആരാധന 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 തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ തുല്യം ചൊല്ല കർത്താവിനെ രുചിച്ചറിഞ്ഞവർ ഇന്ന് ആദരങ്ങളെ തുറന്നൊന്ന് പാടിയാട്ടെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാറിച്ചാരുന്നു ഞാൻ ജീവനേ ജീവനേ സ്വന്തമേ അങ്ങേ മാറിച്ചാരുന്നു ഞാൻ ചേർന്ന് ആരാധന 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 ഓ ആരാധന ഓ അങ്ങ് ഉയർത്തുന്നു രാജാവേ ആമേൻ ആരാധന ഓ ആരാധന 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 ഓ ആരാധന ആരാധന
വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വൻ കൃപയ്ക്കായി, വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. വൻ കൃപയ്ക്കായി, വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ. വാഴ്ത്തുന്നേ അമ്മ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര മാധുര്യമായ യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ഇന്ന് രുചിച്ചറിഞ്ഞവർ ഉണ്ടോ? ഹല്ലേലൂയ. കരങ്ങളെ ഒന്ന് ഉയർത്തി ആ കർത്താവിനെ ഈ സമയത്ത് ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ലോക്ക്ഡൗണിലായിരുന്ന് വീടുകളിൽ അടഞ്ഞ് ഹല്ലേലൂയ നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് ലഭിച്ച ഈ ഭാഗ്യത്തെ ഓർത്ത് നിങ്ങൾ അടങ്ങിയിരിക്കല്ലേ. ആ കർത്താവിനെ സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ചേർന്ന് വീണ്ടും കർത്താവിനെ പാടി വാഴ്ത്താം. എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിയിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കവൻ, ചാരിടും ഞാൻ അവനിൽ. ഹല്ലേലൂയ. ചേർന്ന് ആ കർത്താവിനെ പാടി വാഴ്ത്താമല്ലോ, കരങ്ങളെ തട്ടിക്കൊണ്ട്. എൻ്റെ ബലമായ കർത്തന് ശരണമതാകയ പാടിയിടും ഞാൻ ഉലകിൽ. എൻ്റെ ബലമായ കർത്തന് ശരണമതാകയ പാടിയിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഹല്ലേലൂയ. ഗീതം പാടിയിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടുന്ന നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ. ഗീതം പാടിയിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടുന്ന നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ. ഗീതം പാടിയിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടുന്ന നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ.
ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ, എൻ്റെ അല്ലലഖിലവും തീർത്തിടുന്ന നോക്കി കാത്തിടും ഞാൻ ഉലകിൽ. തിരുക്കരത്തിൻ വത്സാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തേഴും യാഹവൻ താൻ. തിരുക്കരത്തിൻ വത്സാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തേഴും യാഹവൻ താൻ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ, എൻ്റെ അല്ലലഖിലവും തീർത്തിടുന്ന നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ, എൻ്റെ അല്ലലഖിലവും തീർത്തിടുന്ന നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഉള്ളം കലങ്ങുന്ന നേരത്തും പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കലങ്ങുന്ന നേരത്തും പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഉൾവിക്കദീശത്തൻ എന്നുടെ ആശ്വാസകൻ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഉൾവിക്കദീശത്തൻ എന്നുടെ ആശ്വാസകൻ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ, എൻ്റെ അല്ലലഖിലവും തീർത്തിടുന്ന നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ, എൻ്റെ അല്ലലഖിലവും മനുജരെല്ലാം മഹിതലമത് തീജ്വാല ഇരയായി മാറുകിലും. മാറും മനുജരെല്ലാം മഹിതലമത് തീജ്വാല ഇരയായി മാറുകിലും. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമായി. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമായി. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ, എൻ്റെ അല്ലലഖിലവും തീർത്തിടുന്ന നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ, എൻ്റെ അല്ലലഖിലവും തീർത്തിടുന്ന നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ, എൻ്റെ അല്ലലഖിലവും തീർത്തിടുന്ന നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എന്നെ യേശു ജീവിക്കും നായതിന ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നെ യേശു ജീവിക്കും നായതിന ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമേ എനിക്കെല്ലാം യേശു അത്രേ. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. എന്നേശു ജീവിക്കും നായതിന ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കും നായതിന ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമേ
എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, Praise the Lord. Praise the Lord. സന്തോഷമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. Amen, amen, amen. ഇന്ന് കർത്താവ് നമ്മളെ ഇത്രത്തോളം പരിപാലിച്ചു. Thank the Lord for that. കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാൻ പോകുകയാണ്. ദിനവൃത്താന്തങ്ങൾക്ക് എഴുതിയ ഒന്നാം പുസ്തകം, ഫസ്റ്റ് ക്രോണിക്കിൾസ്. ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം, ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം, ഫസ്റ്റ് ക്രോണിക്കിൾസ്, ചാപ്റ്റർ നമ്പർ 4, 4-ാം അധ്യായം, അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ നമ്പർ 4 ആൻഡ് വേഴ്സ് നമ്പർ 10, 10-ാം വാക്യം. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ആമേൻ. ഇന്ന് ചിലർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക്, ദൈവത്തോട് അപേക്ഷിക്കുന്ന ചില അപേക്ഷകൾക്ക് വ്യക്തമായി ദൈവം ചില മറുപടികൾ തരത്തക്കതുപോലെ ആത്മസാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കും. ഐ ബിലീവ് ദാറ്റ്, ഐ ഡിക്ലെയർ ദാറ്റ്. ഞാനത് പ്രഖ്യാപിക്കുക. ചിലർ ചേർന്ന് ഒരു നിമിഷം ഒരാമേനം പറഞ്ഞേക്കണം. യേശുവിൻ്റെ നാമത്തിൽ ചിലർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായ മറുപടികൾ വരട്ടെ. ഐ റിലീസ് ദാറ്റ്, ഐ റിലീസ് ദാറ്റ്, ഐ റിലീസ് ദാറ്റ്, ഐ റിലീസ് ദാറ്റ്. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആത്മശക്തി അതിൻ്റെ മേൽ വ്യാപരിക്കുകയും ആത്മാവിൻ്റെ ആ നിറവിൽ നിന്ന് സംസാരിക്കുകയാൽ let it happen, അത് സംഭവിക്കട്ടെ. യബ്ബേസിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുക. പ്രാർത്ഥിച്ചു, ദൈവം അതിന് മറുപടി നൽകി. ഇന്ന് നമ്മൾ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, യബ്ബേസിന്റെ പ്രാർത്ഥന, യബ്ബേസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് ഞങ്ങളോട് സംസാരിക്കുവാൻ, ആത്മാവ് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന വാക്കുകൾക്ക് മീതെ ആത്മാവ് സംസാരിക്കുന്നത് ഇന്നത് എന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്നങ്ങയുടെ വചനത്തിൽ പറയുന്നത് പോലെ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുന്ന ചില ഡീപ്പായിട്ടുള്ള ആലോചനകൾ വ്യക്തിപരമായി ചിലരോട് സംസാരിക്കണം. അത് അടുത്തിരിക്കുന്ന വ്യക്തികൾ തിരിച്ചറിയത്തില്ല, അവർ മാത്രമേ തിരിച്ചറിയത്തുള്ളൂ. യെസ്, ഷൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്ന ചോദ്യം ഷൗൽ മാത്രം തിരിച്ചറിഞ്ഞതുപോലെ, അടുത്തു നിന്നവർ വെറും ഒരു മുഴക്കം മാത്രം കേട്ടതുപോലെ ഇന്ന് ആത്മാവ് സംസാരിക്കുന്നത് ചിലരോട് വ്യക്തിപരമായി ഹൃദ്യമായി സംസാരിക്കുവാൻ അത് ചെവിയുള്ളവർ കേൾക്കത്തക്കതുപോലെ. താങ്ക് യു. അന്തരീക്ഷത്തെ ഇന്ന് രക്തത്താൽ ഞങ്ങൾ ശുദ്ധീകരിക്കുക. കരങ്ങൾ എല്ലാം ഒരു നിമിഷം ഉയരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അന്തരീക്ഷം അതിനായി ശുദ്ധീകരിക്കുക. ചിലരുടെ ജീവിതത്തിൽ വരേണ്ട തീരുമാനങ്ങൾ, ചിലരുടെ ജീവിതത്തിൽ വരേണ്ട ക്രമീകരണങ്ങൾ, ചിലരുടെ ജീവിതത്തിൽ വരേണ്ട ഉയർച്ച
ശുശ്രൂഷകൾ, ചിലരുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങൾ, ചില അവസ്ഥകൾക്ക് വരേണ്ട മാറ്റങ്ങൾ, ചില കൊടിയ കാറ്റുന്നതുപോലെ ഉയരേണ്ട ചില ദൈവപ്രവർത്തികൾ, അതൊക്കെയും ഉയരുവാൻ, ഉണരുവാൻ, പ്രവർത്തന മേഖലയിൽ വരുവാൻ യേശുവിൻ്റെ രക്തത്താൽ അന്തരീക്ഷത്തെ ശുദ്ധീകരിച്ച് ഇന്ന് ആത്മാവ് ഞങ്ങൾക്ക് തരുന്ന വാക്കുകൾ, അത് ഞങ്ങൾ ശ്രവിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചിലതിനോട് വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാൻ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ചിലതിൻ്റെ അവസ്ഥകളോട് സംസാരിക്കുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, പുറത്തു വരിക ലാസറേ പുറത്തു വരിക എന്ന് ചിലരുടെ മീതെ ചില ശബ്ദങ്ങൾ ഉയരുവാൻ, ഹല്ലേലൂയ എന്ന് ഞങ്ങൾ കേൾക്കുന്ന വാക്കുകളേക്കാൾ ഉപരി ആത്മാവിൻ്റെ കൊടിയ കാറ്റ് വീശുവാൻ, ചില പ്രവൃത്തികൾ ചെയ്തെടുക്കുവാൻ ഈ വചനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. യബ്ബേസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾക്കെല്ലാം പരിചയമുള്ള, കുറഞ്ഞപക്ഷം സഭയിൽ ചില നാളുകളായി വരുന്ന എല്ലാവർക്കും യബ്ബേസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ച് പരിചയമുണ്ട്. കാര്യം യബ്ബേസിൻ്റെ പ്രാർത്ഥന ഈ സഭയിൽ പല പ്രാവശ്യം പല ശുശ്രൂഷകന്മാർ, ഞാൻ ഉൾപ്പെടെ പലർ ശുശ്രൂഷിച്ച ഒരു വേദിയാണല്ലോ ഇത്. അതുകൊണ്ട് യബ്ബേസ് എന്ന വ്യക്തിയെക്കുറിച്ചും തൻ്റെ പട്ടണത്തെക്കുറിച്ചും, പിന്നത്തേതിൽ ദാവീദിൻ്റെ പട്ടണമായി ആ പട്ടണത്തെ മാറ്റിയതും, അതിനു മുൻപേ യബ്ബേസിൻ്റെ പേരിൽ ഉള്ള ആ പട്ടണത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അറിയാൻ വയ്യാത്തവരാരുമില്ലെങ്കിലും ഈ യബ്ബേസിൻ്റെ പ്രാർത്ഥനയിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ദൈവം തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ഒരിക്കൽ കൂടെ ഞാൻ പറയുമ്പോൾ ഒരു ആമേൻ അങ്ങ് പറയണം. കാര്യം ആ ആമേൻ പറയുന്നവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. അങ്ങനെ ആവർത്തിച്ച് പറയുന്നു, ശബ്ദമുയർത്തി ഒരു ആമേൻ പറയണം. ഇതിൻ്റെ അകത്തും എവിടെയെങ്കിലും ഇന്ന് ഈ ശബ്ദം ശ്രവിക്കുന്നവർ ആ ആമേൻ പറയുമ്പോൾ ഐ ബിലീവ്, ഐ ഡിക്ലെയർ, ചിലരുടെ ഭവനങ്ങളിൽ, ചിലരുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ മറുപടികൾ വെളിപ്പെട്ടിരിക്കും. യബ്ബേസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവഹിതത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവം ഉയരത്തിൽ നിന്നും ഒരു ആമേൻ പറയുവാൻ പോകുകയാണ്. In the mighty name of Jesus. ഉണരട്ടെ. ചിലർക്ക് വേണ്ടി ദൈവിക വാഗ്ദത്തങ്ങൾ, പദ്ധതികൾ, ദൈവിക ഉദ്ദേശങ്ങൾ ഉണർന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയുടെ മറുപടികൾ വരട്ടെ. In the name of Jesus. 91 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, 91 Psalms 91, 91 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ. ഇംഗ്ലീഷിൽ വായിച്ചാൽ he who dwells in the secret place, dwells in the secret place. മറവിൽ വസിക്കുക എന്ന് പറയുമ്പോൾ രഹസ്യസ്ഥാനങ്ങളിൽ വസിക്കുക എന്നൊരാശയമാണ് അവിടെ വരുന്നത്. സീക്രട്ട് പ്ലേസ്, രഹസ്യസ്ഥാനങ്ങളിൽ വസിക്കുക. Who dwells in the secret place. രഹസ്യ സ്ഥാനങ്ങളിൽ വസിക്കുന്നവരുണ്ടെങ്കിൽ പറയുകയാണ് അവരുടെ പ്രത്യേകത, അവർ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർത്തിരിക്കും. നിഴലിൻ കീഴിൽ പാർക്കുവാൻ നമ്മൾക്കെല്ലാം താല്പര്യമാണ്. നിഴൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനായി ഞാൻ ഓർപ്പിക്കട്ടെ. മറിയോടൊരിക്കൽ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞു, സർവശക്തന്റെ നിഴൽ നിന്റെ മേൽ വന്നിരിക്കും. The power of the Almighty shall overshadow you. ആ ശക്തി നിന്റെ മേൽ നിഴലിടും. മറ്റൊരു ഭാഷയിൽ ഏത് ഉദ്ദേശത്തിനായി ഒരു വിളിയുണ്ടോ ആ ഉദ്ദേശത്തിനായി ആവശ്യമുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ നടന്നിരിക്കും. മറിയയുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിഴൽ വ്യാപരിച്ചു. എന്ത് സംഭവിച്ചു? വിശുദ്ധ പ്രജ ഉള്ളിൽ ഉത്ഭവമായി. ഇന്നെന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ദീർഘനാളുകളായി ഉദരഫലത്തിനായി ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതിരിക്കുന്ന ചിലതിനോട് പറയട്ടെ, നിന്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വ്യാപരിക്കും. ഇന്ന് ഈ ആലയത്തിൻ്റെ അകത്ത് എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, ഇന്നെവിടെയെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ പറയട്ടെ, ഉദരഫലത്തിനായി പ്രാർത്ഥിക്കുന്ന ചിലതിനോട് ഒരു വാഗ്ദത്തം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ മേൽ നിഴലിടും. നിങ്ങളുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. വിവാഹിതരായി ദീർഘനാളുകളായി ഉദരഫലമല്ല ഇല്ലാതിരിക്കുന്ന ചിലതിനെ യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവർത്തികൾക്കായി സഭയായി ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ്. വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നവർ റിസീവ് ഇറ്റ്. അത് ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഓൾ റൈറ്റ്. സോ സർവശക്തന്റെ നിഴൽ മറിയയുടെ മേൽ വന്നു. ഏത് വിളിക്കായി, ഏത് തിരഞ്ഞെടുപ്പിനായി തൻ്റെ മേലൊരു വിളി വന്നോ ആ വിളിക്കായി തൻ്റെ മേൽ അഭിഷേകത്തിന്റെ പകർച്ചയുണ്ടായിരുന്നു. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരിൽ ആരെങ്കിലും എന്നെക്കുറിച്ചുള്ള വിളിയും തിരഞ്ഞെടുപ്പും എനിക്കറിയാമെങ്കിലും അസാധാരണമായൊരു
വിളിയും തെരഞ്ഞെടുപ്പും എൻ്റെ മേൽ കിടപ്പുണ്ട്. എനിക്കൊരിക്കലും എൻ്റെ കഴിവിനാൽ അത് നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. എന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങൾ വലുതാണ്. ഒരിക്കലും എനിക്കത് സ്വതവേ എൻ്റെ സ്വന്തം കഴിവിനാൽ നേടിയെടുക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് വീണ്ടും തറപ്പിച്ചുറപ്പിച്ച് ഞാൻ പറയട്ടെ, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ വരും. ആ നിഴൽ നിന്റെ മേൽ വ്യാപരിക്കും. ആ സമയം സ്വന്തം കഴിവിനാൽ, പരിശ്രമത്താൽ, പ്രയത്നത്താൽ, തീരുമാനത്താൽ കഴിയാത്ത ചിലത് അത്യുന്നതന്റെ ശക്തിയുടെ ആ നിഴലിന്റെ കീഴിൽ നീ ആകുമ്പോൾ അത് പ്രവർത്തനത്തിൽ വന്നിരിക്കും. ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നവർ ജീവിതത്തിൽ ആ പ്രവർത്തിക്കായി we release them. അവരെ ഞങ്ങൾ തുറന്നു വിടുകയാണ്. പഴയ നിയമത്തിലേക്ക് ശ്രദ്ധയെ തിരിച്ചാൽ മരുഭൂമിയിലായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അവർ നിഴലിൻ കീഴിൽ പാർക്കുന്നവരായിരുന്നു. മേഘത്തിന്റെ നിഴലിൻ കീഴിൽ, ആ മേഘത്തിന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്ന ജനം ഇന്നത്തെ പുതിയ നിയമസഭയുടെ അഭിഷേകത്തിന്റെ നിഴലിൽ പാർക്കുന്നവരെ ചിത്രീകരിക്കുന്ന ഒരു ഷാഡോ, ഒരു നിഴൽ മാത്രമാണ്. പഴയ നിയമത്തിൽ മേഘത്തിന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്ന ആ ഇസ്രായേൽ ജനത്തിന്റെ പ്രത്യേകത, അവർക്ക് ഒരു ദിവസം ആഹാരം കഴിക്കുവാനില്ല. അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. ഹല്ലേലൂയ. നിഴലിൻ കീഴിൽ പാർത്താൽ വാഗ്ദത്തങ്ങളുടെയും ദൈവഹിതത്തിന്റെയും ദൈവിക ഉദ്ദേശങ്ങളുടെയും പൂർണ്ണത മറിയയുടെ ജീവിതത്തിൽ വന്നതുപോലെ അസാധാരണമായിട്ടുള്ളതിനെ സാധിപ്പിക്കുമെന്ന് മാത്രമല്ല, ആഹാരമില്ലാതെ റിയലി പ്രയാസത്തിലായ 6 ലക്ഷം കുടുംബങ്ങളെ നോക്കി ഒരു പ്രാർത്ഥന ഉയർന്നു. പിതാവേ, ദൈവമേ, ഞങ്ങൾക്ക് ആഹാരം വേണം. എന്ത് സംഭവിച്ചു? 6 ലക്ഷം കുടുംബങ്ങൾക്ക് ആഹാരമുണ്ടായി. അതുണ്ടായത് ഒരു അത്ഭുതമായിരുന്നു. ഇറ്റ് വാസ് എ മിറക്കിൾ, നത്തിങ് ലെസ് ദാൻ എ മിറക്കിൾ. എങ്കിലും 40 വർഷം കൊണ്ട് അത് സർവ്വസാധാരണമായി. ഇന്നാരെങ്കിലും ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിൽ 4 ടൊമാറ്റോ ഉണ്ടായാൽ, ടൊമാറ്റോയുടെ വിത്ത് നട്ട് അതിൻ്റെ അകത്ത് 4 ടൊമാറ്റോ ഉണ്ടായാൽ ആർക്കും ഒരു അത്ഭുതവുമില്ല. പ്ലാവ് നട്ടിട്ട് ടൊമാറ്റോ ഉണ്ടായാൽ അത്ഭുതമുണ്ട്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ടൊമാറ്റോയുടെ ഒരു വിത്ത് നട്ടു, ഇല്ലെങ്കിൽ ആ ചെടി ഉണ്ടായി, അതിൽ ടൊമാറ്റോ ഉണ്ടായാൽ ഒരു അത്ഭുതവുമില്ല ആർക്കും. ഇത് സാധാരണ. ടൊമാറ്റോ ഉണ്ടായി ഇല്ലെങ്കിലേ ഉള്ള അത്ഭുതം. പ്ലാവ് നട്ടു, അതിൽ ചക്ക ഉണ്ടായാൽ ഒരു അത്ഭുതവുമില്ല. ചക്ക ഉണ്ടായി ഇല്ലെങ്കിലേ ഉള്ള അത്ഭുതം എന്ന് പറഞ്ഞതുപോലെ ആദ്യത്തെ ദിവസം ഇവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. എടാ, ആകാശത്തുനിന്ന് ഏതാണ്ട് വീഴുന്നു അപ്പം, ആഹാരം, ദൂതന്മാരുടെ ആഹാരം വീഴുന്നു. അവരുടെ ഭാഷയിൽ അവർ ചോദിച്ചു, ഇതെന്തോ ഇത്? വാട്ട് ഈസ് ദിസ്? ഇതെന്തോ ഇത്? അവരുടെ ഭാഷയിൽ ഞാനിപ്പോൾ പറയുക, ഇതെന്തോവാ? എൻ്റെ അരികിൽ ഒരാൾ നിന്ന് എബ്രായ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യുവാണെങ്കിൽ അയാൾ ചോദിക്കും മന്ന. കാര്യം മന്ന എന്ന വാക്കിന്റെ അർത്ഥം ഇതെന്തോവാണെന്ന്. ഇതെന്തോവാ? അവർ തമ്മിൽ ചോദിക്കാൻ തുടങ്ങി, ഇതെന്തോവാ? ഈ ആകാശത്തുനിന്ന് വീഴുന്നത് എന്തുവാ? ഇന്ന് മഴ പെയ്ത് വെള്ളം വന്നാൽ ആരും ചോദിക്കത്തില്ല ഇതെന്തോവാ. നമുക്കറിയാം മഴയാണെന്നറിയാം. എങ്കിലും അന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു കാര്യം ആദ്യമായി അവർ കണ്ടപ്പോൾ അവർ തമ്മിൽ ചോദിച്ചു, ഇതെന്തോവാ? മോശ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ കാഠിന്യം നിമിത്തം കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുവാനായി അയച്ച പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ, ഇതും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ആഹാരമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് നൽകുകയാണ്. അങ്ങനെ ആഹാരത്തിന് ഇതെന്താണ് എന്ന് ചോദിച്ച് തന്നെ അതിന് പേരായി മന്ന എന്ന പേരായി. നിഴലിൻ കീഴിൽ പാർത്തവർക്ക് പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചു. ബട്ട് 40 നീണ്ട വർഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇത് സർവ്വസാധാരണമായി മാറി. ഇന്ന് മഴ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടാത്തതുപോലെ, ഇന്ന് ഒരു സസ്യം നട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഫലം നമ്മൾ ഒരിക്കലും അതിൽ അത്ഭുതപ്പെടാത്തതുപോലെ 40 long years, 40 നീണ്ട വർഷങ്ങൾ അവരുടെ ജീവിതത്തിൽ മന്ന എന്ന അത്ഭുതം ദൈവം ചെയ്തെടുത്തു. Praise the Lord. അവരുടെ വസ്ത്രം അഴുകിപ്പോയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. 40 നീണ്ട വർഷങ്ങൾ they were traveling, എങ്കിലും അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. എഴുതപ്പെട്ടതാണ് ഞാൻ ഈ പറയുന്നത്. മാത്രമല്ല, അവരുടെ ഇടയിൽ 6 ലക്ഷം കുടുംബങ്ങളുടെ ഇടയിൽ ബലഹീനൻ ഒരുവൻ പോലും ഇല്ലായിരുന്നു. അവരവരുടെ സമയമായപ്പോൾ ദൈവം മരണത്തിൽ കൂടെ എല്ലാവരും തന്നെ മാറിപ്പോയി. കാലേബും ജോഷുവയും 2 പേരൊഴിച്ച് ഇറങ്ങി തിരിച്ച സകലരും മാറിപ്പോയി. മറ്റൊരു തലമുറ രംഗത്ത് വന്നു. എങ്കിലും അവരുടെ കാലം കഴിയുന്നിടം വരെ ബലഹീനതയിൽ ചുമ്മിയെടുത്തുകൊണ്ട് നടക്കേണ്ട ഒരുത്തൻ പോലും ഇല്ലായിരുന്നു. സകലരും അവരുടെ ഇടയിൽ ബലഹീനരായ ഒരുവൻ പോലും ഇല്ലായിരുന്നു. And why all this? കാര്യം ഒറ്റ രഹസ്യം, നിഴലിൻ കീഴിൽ പാർത്തു.
ശബ്ദമുയർത്തി പറഞ്ഞാട്ട് നിഴൽ അഭിഷേകത്തെ കാണിക്കുന്നത്, അഭിഷേകത്തെ കാണിക്കുന്നത്. ഇന്ന് ചിലരോട് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, നിങ്ങൾ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും. അവരോട് തന്നെ അവരവർ പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിഴലിൻ കീഴിൽ പാർക്കും. ഐ വിൽ അബൈഡ് ഇൻ ദ ഷാഡോ. ഞാൻ ആ നിഴലിൻ കീഴിൽ പാർക്കും, ഞാൻ ആ നിഴലിൻ കീഴിൽ പാർക്കും, ഞാൻ ആ നിഴലിൻ കീഴിൽ പാർക്കും. ഐ താങ്ക് ഗോഡ്. ചിലർ അവരുടെ തലയിൽ കൈവച്ച് പറയുക, ഞാൻ നിഴലിൻ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? അതങ്ങനെ സംഭവിക്കട്ടെ. നിഴലിൻ കീഴിൽ പാർത്തവർക്ക് ഹല്ലേലൂയ അത്യുന്നതന്റെ ശക്തി അവരുടെ മേൽ നിഴലിട്ടപ്പോൾ, ഹല്ലേലൂയ നിഴലിൻ കീഴിൽ പാർത്തവർക്ക് ആവശ്യമുള്ളത് സകലതും കർത്താവ് നൽകിയെങ്കിൽ ഇന്ന് ബethel സഭയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ ഇടയിൽ ചിലരുടെ ജീവിതത്തിൽ നിഴലിൻ കീഴിൽ പാർക്കുന്ന അനുഭവത്തിലേക്ക് ചിലർ മാറ്റപ്പെടട്ടെ. എങ്കിലും ആരാണ് നിഴലിൻ കീഴിൽ പാർക്കുന്നത്? അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവർ. dwells in the secret place. ആ രഹസ്യ സ്ഥലം, ആ മറവിൽ കണ്ടുപിടിക്കുവാൻ കഴിയുന്നവർക്കായി കർത്താവിനെ സ്തുതി. വാട്ട് ഡസ് ദാറ്റ് സീക്രട്ട് പ്ലേസ് മീൻ? ചിലർക്ക് ഒരു ചെറിയ മുറിയുടെ ഒരു മൂലയ്ക്ക് പഴയ കീറിയ ഒരു പാകായിരിക്കും. എങ്കിലും എല്ലാ ദിവസവും 2-3 മണിക്കൂർ അതിന്മേൽ മുഴങ്കാൽ മടക്കിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആരെയും കാണിക്കാൻ കൊള്ളത്തില്ല, ഫോട്ടോ എടുത്ത് പത്രത്തിൽ പബ്ലിഷ് ചെയ്യാൻ കൊള്ളത്തില്ല. എങ്കിലും ആ പഴയ ആ മൂലക്കിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മൂലയുണ്ടായിരിക്കും. അതാ ചിലരുടെ സീക്രട്ട് പ്ലേസ്. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ ഓഫീസിലുള്ള ഒരു കസേരയായിരിക്കും. ആ കസേരയിൽ പോയിരുന്ന അവർ ഹൃദയം ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കുന്നത്. അവരോട് പറയട്ടെ, ആ കസേര ചിലരുടെ സീക്രട്ട് പ്ലേസ്. ചിലരുടെ ഭവനങ്ങളിൽ അവർ ഒരു മുറി തന്നെ മാറ്റിയിട്ടുണ്ട്. കർത്താവെ, ഇവിടെ പ്രാർത്ഥിക്കുവാനായി ഞാൻ സമയമെടുക്കുന്ന ഒരു സ്ഥലമാണ്. ആ മുറിയായിരിക്കും ചിലരുടെ സീക്രട്ട് പ്ലേസ്. ചിലർ അങ്ങനൊരു സ്ഥലമില്ല, അവർക്ക് ബസ് സ്റ്റാൻഡിലായിരിക്കും. എങ്കിൽ എല്ലാ ദിവസവും രാവിലെ 7 മണിയാകുമ്പോൾ, 8 മണിയാകുമ്പോൾ, 7:30 ആകുമ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ പോയിരിക്കും. ഒരു 15 മിനിറ്റ് അവിടെ കിട്ടും. അവിടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരും. 4 പേരെ ഫോൺ വിളിച്ച് ഇല്ലാത്ത ചീത്തയെല്ലാം പറഞ്ഞ്, ഇല്ലെങ്കിൽ വേണ്ടാത്ത കാര്യമൊക്കെ പറഞ്ഞിരിക്കാതെ ആ സമയം ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്ന ഒരു സമയമുണ്ടെങ്കിൽ, എ ടൈം, എ പ്ലേസ്, അതുണ്ടെങ്കിൽ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് സീക്രട്ട് പ്ലേസ്. ആ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുവാൻ, നിരന്തരം അവിടെ ഓടിച്ചെല്ലുവാൻ, അഭയം പ്രാപിക്കുവാൻ, ആവശ്യത്തിൻ്റെ സമയത്ത് അങ്ങോട്ട് ആദ്യം ഓടുവാൻ, ആ പായിലേക്ക് ഒന്ന് പോകുവാൻ, ആ സ്ഥലത്ത് പോയി ഒന്ന് ഇരിക്കുവാൻ, ആ സ്ഥലത്ത് തക്ക സമയത്ത് പോകുവാൻ ചിലരുടെ ഹൃദയം ക്രമീകരിച്ചു കഴിഞ്ഞാൽ, ആത്മാവിൽ പറയട്ടെ, ആ രഹസ്യ സ്ഥലം ചിലർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആ രഹസ്യ സ്ഥലം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പറയുകയാണ്, ആ രഹസ്യ സ്ഥലത്തിൽ വസിക്കുന്നവരുണ്ടോ, നീ അത്യുന്നതന്റെ നിഴലിൻ കീഴിൽ, സർവശക്തന്റെ നിഴലിൻ കീഴിൽ നീ പാർത്തിരിക്കും. എന്ന് പകൽക്കാലം ചിലതിൻ്റെ ജീവിത അനുഭവങ്ങളെ ദൈവം ഒന്ന് മാറ്റിമറിക്കട്ടെ. നിങ്ങൾക്ക് പറയുവാൻ കഴിവില്ലായിരിക്കും, പറയത്തക്കതുപോലെ യാതൊരു സാധ്യതയുമില്ലായിരിക്കും. എങ്കിലും ആ നിഴൽ, ആ മറവിൽ പോകുവാൻ സാധിക്കുമെങ്കിൽ നിഴൽ നിങ്ങൾക്കായിട്ടുണ്ട്. ആ സീക്രട്ട് പ്ലേസ് കണ്ടുപിടിക്കുവാൻ സാധിക്കുമെങ്കിൽ ആ നിഴൽ നിങ്ങൾക്കായിട്ടുണ്ട്. എന്നിവിടെ വരുന്നത് സീക്രട്ട് പ്ലേസ് അല്ല. ചിലർ സീക്രട്ട് ബിലീവേഴ്സായി വരുന്നവരുണ്ടെങ്കിൽ അവരോടല്ല ഞാൻ സംസാരിക്കുന്നത്. ചിലരുടെ സീക്രട്ട് പ്ലേസ്, അവരുടെ വിചാരം ആരാധനയ്ക്ക് ഞായറാഴ്ച രാവിലെ വന്നു അത്യുന്നതന്റെ മറവിൽ വസിക്കുക. നോ, ഈ ഞായറാഴ്ച വരുന്നത് പബ്ലിക് പ്ലേസാണ്. ഇത് നിഴലൊന്നുമല്ല, ഇതാ രഹസ്യ സ്ഥലമല്ല. രഹസ്യ സ്ഥലത്ത് പോകുവാൻ, വ്യക്തിപരമായ പ്രാർത്ഥനയുടെ തലം ചിലർക്ക് തുറന്നു ലഭിക്കുവാൻ ഇന്ന് ചിലർക്ക് ആ കാഴ്ചപ്പാടുണ്ടെങ്കിൽ കൊള്ളാം. കാര്യം, അങ്ങനെ ആ രഹസ്യ സ്ഥലത്ത്, ആ മറവിൽ വസിക്കുവാൻ ചിലർക്ക് സാധിച്ചാൽ, സർവശക്തന്റെ നിഴലിലേക്ക് നിങ്ങൾക്കൊരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും. അഭിഷേകത്തിന്റെ കീഴിൽ നിങ്ങൾ വസിക്കും. എങ്കിലും ആ നിഴലിൽ വസിക്കണമെങ്കിൽ, മറവിൽ വരണമെങ്കിൽ, കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവിന്റെ തിരുമേശ ശുശ്രൂഷിച്ചപ്പോൾ നമ്മൾ ചില വാക്യങ്ങൾ വായിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു. അപ്പവും പാനപാത്രവും സംബന്ധിച്ചല്ല, പകരം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് നമ്മൾ ഒന്നിൽ കുറ്റക്കാരാകും, ഇല്ലെങ്കിൽ അത് സംബന്ധിച്ച് നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്: എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, എൻ്റെ മാംസവും എൻ്റെ രക്തവും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവർ എന്നിൽ വസിക്കുകയും ഞാൻ അവരിൽ വസിക്കുകയും ചെയ്യും. അതിനെ തുടർന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിച്ചു. യേശു കർത്താവ് പറയുകയാണ്,
എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും എന്റെ വചനം നിങ്ങളിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും ചെയ്താൽ, പല കാര്യങ്ങൾ പറഞ്ഞതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവർത്തിച്ചു പറയട്ടെ. നമ്പർ 1, അങ്ങനെ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ ധാരാളം ഫലം കായ്ക്കും. ദാറ്റ്സ് നമ്പർ 1. ധാരാളം ഫലം കായ്ക്കും. ഞാൻ ഫലം കായ്ക്കാൻ ആഗ്രഹിക്കുന്നു, സാധിക്കുന്നില്ല എന്ന് ഭാരപ്പെടുന്നവരുണ്ടോ? Dwell in him. അവനിൽ വസിക്കുക. അവൻ നിങ്ങളിൽ വസിക്കട്ടെ. തിരുമേശയിൽ ഭാഗവാക്കാകുക. അവനിൽ വസിക്കുകയും അവൻ നമ്മളിൽ വസിക്കുകയും ചെയ്താൽ നമ്മൾ ധാരാളം ഫലം കായ്ക്കും. എവിടം മുതൽ എവിടം വരെ? മാനസാന്തരത്തിന് തക്ക ഫലം മുതൽ ആത്മാവിന്റെ ഫലം വരെ, പ്രാർത്ഥനയുടെ മറുപടികൾ എന്ന ഫലം മുതൽ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ട സകല ഫലവും നമ്മൾ അവിടെയും ഇവിടെയും 2-3 പഴം 2-3 ഫലം കായ്ക്കുവാൻ മാത്രമല്ല, ദൈവത്തിന്റെ വചനം പറയുന്നു ധാരാളം 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 അബണ്ടന്റ്ലി ധാരാളം ഫലം കായ്ക്കും. അങ്ങനെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടും. രണ്ടാമത്തെ ഭാഗം ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു കർത്താവിന്റെ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിരിക്കും. യു വിൽ ബി മൈ ഡിസൈപ്പിൾസ്. ഞാൻ ഹിന്ദി സർവീസിൽ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, പ്രസംഗിക്കാൻ ഒത്തിരി കൂടെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഒരു മൈക്കും ഒരു ഓഡിയൻസിനെയും കിട്ടിക്കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ ഒത്തിരി കൂടെ എളുപ്പമാണ്. എങ്കിലും നിങ്ങളെപ്പോലെ ഏതൊരു വ്യക്തിയെപ്പോലെ ഞാനും ഒരു ഡിസൈപ്പിൾ ആകണമെങ്കിൽ ചിന്തകളിൽ, മനോഭാവങ്ങളിൽ, വാക്കുകളിൽ, പ്രതികരണങ്ങളിൽ, കൊടുക്കവാങ്ങലുകളിൽ, നടപ്പിൽ ഞാനൊരു ശിഷ്യനാകണമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. ആ ശിഷ്യത്വത്തിലേക്ക് വരണമെങ്കിൽ, ശിഷ്യരാകണമെങ്കിൽ പറയുക ഞാൻ നിങ്ങളിൽ വസിക്കണം, നിങ്ങൾ എന്നിൽ വസിക്കണം. നിങ്ങൾ ഒത്തിരി അങ്ങ് പ്രയത്നിച്ചാൽ, അധ്വാനിച്ചാൽ, തീരുമാനിച്ചാൽ, നിങ്ങൾ കുറെ കഷ്ടപ്പെട്ടാൽ, ബന്ധപ്പെട്ടാൽ, നിങ്ങൾ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുമെന്നല്ല. നോ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് മറ്റുള്ളവർ അറിയും. നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ ശിഷ്യന്മാരാണെങ്കിലും ആരും അറിയത്തുമില്ല. എങ്കിലും ശിഷ്യന്മാർ ആകണമെങ്കിൽ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിൽ വസിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുകയുള്ളൂ. ഇതായിരുന്നു രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം പറയുക, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കും. വാട്ട് ആ പ്രോമിസ്! എന്തൊരു വാഗ്ദത്തമാണ്! നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കും. റിയലി? എന്ത് ചോദിച്ചാലും നൽകപ്പെടുമോ? കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ കർത്താവിൽ വസിക്കുകയും കർത്താവ് നമ്മളിൽ വസിക്കുകയും അങ്ങനെ നമ്മൾ ശിഷ്യന്മാരാകുകയും അങ്ങനെ നമ്മൾ ദൈവനാമത്തിന് മഹത്വത്തിനായി ജീവിക്കുകയും ചെയ്താൽ പിന്നെ സ്വാർത്ഥ ഇച്ഛയും എൻ്റെ ഇഷ്ടവും ഒന്നും ചോദിക്കുകയില്ല. ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ മനസ്സങ്ങ് മാറും. പിന്നെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നത് പോലെ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾ വരികയുള്ളൂ. കാര്യം മനോഭാവങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സിനെ ധരിക്കുവാൻ അവിടെ ഒരു രഹസ്യമുണ്ട്. യബ്ബേസ് പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. എന്താണ് കാര്യം? കാര്യം എവിടെയോ രേഖപ്പെടുത്താത്ത ഒരു ചരിത്രം എന്നതുപോലെ നിങ്ങളുടെ മുൻപിൽ വരച്ചു കാണിക്കട്ടെ. യബ്ബേസിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടികൾ ലഭിക്കത്തക്കതുപോലെ ദൈവം തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു എന്ന് പറയത്തക്കതുപോലെ തന്റെ ജീവിതത്തിൽ ദൈവ ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കണ്ടുപിടിക്കുവാൻ, തൻ്റെ ജീവിതത്തിൽ അങ്ങനെ പ്രാർത്ഥനയുടെ തലത്തിലേക്ക് എത്തുവാൻ തൻ്റെ ജീവിതത്തിൽ എവിടെയോ ഒരു രഹസ്യ തലമുണ്ടായിരുന്നു. മടങ്ങി വരാം, അങ്ങോട്ട് തന്നെ മടങ്ങി വരാം. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എന്തുവാണ്? നിഴലിൻ കീഴിൽ പാർത്താൽ ഏത് വിളി, ഏത് തെരഞ്ഞെടുപ്പ്, ഏത് ഉദ്ദേശം ദൈവത്തിനുണ്ടോ അതിലേക്ക് നമ്മൾ മാറ്റപ്പെടും. ആമേൻ. ആ നിഴലിൻ കീഴിൽ പാർത്താൽ, ആ നിഴലിൻ കീഴിൽ പാർത്താൽ നമ്മൾ ചോദിക്കുന്നതിന് മറുപടി വന്നിരിക്കും. അഭിഷേകത്തിന്റെ കീഴിൽ പാർത്താൽ വസ്ത്രം, ചെരുപ്പ്, ആഹാരം, ആരോഗ്യം, എല്ലാത്തിലുമുള്ള പ്രൊവിഷൻ ദൈവത്തിന്റെ വചനം കാണിക്കുന്നു. അത് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ നിന്നും ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. എങ്കിലും ആ നിഴലിൻ കീഴിൽ പാർക്കണമെങ്കിൽ നമ്മൾ രഹസ്യ സ്ഥലം കണ്ടുപിടിക്കണം. ആ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയുടെ അവിടെ കണ്ടുപിടിക്കണമെങ്കിൽ തിരുമേശ ശുശ്രൂഷയ്ക്ക് അതിൻ്റെ അകത്തൊരു വലിയ സ്വാധീനമുണ്ട്. കർത്താവിന്റെ തിരുമേശ റെഗുലറായി ആണ്ടിൽ ഒരിക്കൽ ആചരിക്കുന്നവരുണ്ട്. മാസത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായി അതിൽ പങ്കെടുക്കുന്നവരുണ്ട്. കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുന്നവരോട് പറയട്ടെ, നമ്മളുടെ പദവിയാണ് കർത്താവിൽ വസിക്കുവാനും കർത്താവ് നമ്മളിൽ വസിക്കുവാനും. അങ്ങനെ കർത്താവിൽ വസിക്കുകയും കർത്താവ് നമ്മളിൽ വസിക്കുകയും ചെയ്താൽ വന്ന മൂന്ന് പ്രധാനപ്പെട്ട റിസൾട്ടുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു.
അങ്ങനെ വരുമ്പോൾ അടുത്തൊരു കാര്യം കൂടെ പറയട്ടെ. റോമാലേഖനം 12 വായിക്കേണ്ട, റോമാലേഖനം 12 അധ്യായം 1-2 വാക്യത്തിൽ, അതുകൊണ്ട് ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എന്നാരെങ്കിലും ലെമന്റേഷൻസ്, വിലാപത്തിന്റെ പുസ്തകങ്ങളിൽ, കർത്താവേ അങ്ങയുടെ മനസ്സലിവ് എല്ലാ ദിവസവും പുതുതായി വരുന്നു, mercies are new every morning, എല്ലാ പ്രഭാതത്തിലും അങ്ങയുടെ മനസ്സലിവിനായി സ്തോത്രം എന്ന് പറയുന്നവരുണ്ടോ? അതേ മനസ്സലിവിൽ ആശ്രയിക്കുന്നവരെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിൽ നിന്നും പ്രബോധിപ്പിക്കട്ടെ. അതുകൊണ്ട് ദൈവത്തിന്റെ മനസ്സലിവിനെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന എന്തെന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയുവാൻ ചില കാര്യങ്ങൾ ചെയ്യണം. യബ്ബേസ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ മറുപടി വരാൻ കാര്യം എന്താ? കാര്യം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് താൻ തിരിച്ചറിഞ്ഞു. നിഴലിൻ കീഴിൽ പാർക്കുന്നവരുടെ ഒരു പ്രത്യേകത, അവർക്ക് നന്മയും പ്രസാദവും പൂർണ്ണതയും മൂന്നുമുള്ളത് ദൈവം തരും. I want you to please repeat after me. എന്നോട് ചേർന്ന് പറയണം. നന്മയും, ശബ്ദമുയർത്തി, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള. Praise the Lord. നമ്മളിൽ പലർക്കും നന്മ മാത്രം മതി. Surely goodness and mercy shall follow me all the days of my life. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. നല്ല വാക്യമാണ്. നന്മയുള്ള ദൈവഹിതം എന്ന് പോയി പ്രാർത്ഥിക്കാൻ ചെന്നു. പ്രവാചകൻ തലയിലോട്ട് കൈവച്ച് അമുക്കി കുലിച്ചൊരു പ്രവചനം പറഞ്ഞു. മകനെ, മഞ്ഞ് പെയ്യുന്ന ദേശത്തേക്ക് ഞാൻ നിന്നെ അയക്കും. നന്മയുള്ള വാഗ്ദത്തം, നന്മയുള്ള ദൈവപ്രവൃത്തി, നന്മയുള്ള ദൈവഹിതം. ചിലർക്ക് നന്മ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ, നന്മ മാത്രമുള്ളതിലേക്ക് തിരിയരുത്. Yes, surely goodness and mercy, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. നന്മയും കരുണയും ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ പ്രബോധിപ്പിക്കുന്നു. നന്മ മാത്രം നോക്കി പോകരുത്. അത് ആമേൻ പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ആത്മീയരായിട്ടൊരു കൂട്ടത്തോടെ ഞാൻ സംസാരിക്കാൻ കൊണ്ട് സ്വത്രം. പലർക്കും നന്മ മാത്രം മതി. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, അതൊക്കെ പാട്ടും പാടി നന്മയ്ക്ക് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നു. നന്മ എന്ന് പറയുന്നത്, ഗുഡ്നെസ് എന്ന് പറയുമ്പോൾ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ, എൻ്റെ വരുമാനത്തിൽ, എൻ്റെ ആരോഗ്യത്തിൽ, എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ കോൺടാക്റ്റിൽ, എൻ്റെ പൊസിഷനിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ സകലത്തിലും എണ്ണി എണ്ണി സ്തുതിക്കുവാൻ. നന്മകൾ നന്മകൾ നന്മകൾ, അനുഗ്രഹ ഭാരത്താൽ ദൈവം എന്നെ നിറച്ചു. നന്മകൾ, നന്മ നല്ലതാണ്, അതൊരിക്കലും തെറ്റാന്നല്ല പറയുന്നത്. നന്മകൾ നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും നന്മ മാത്രമല്ല, നന്മയും, 2 പ്രസാദവും. നന്മ മാത്രം നോക്കിപ്പോകുന്ന പലരുടെയും ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. പ്രസാദം കിട്ടത്തില്ല. They don't have the acceptance. അവർക്ക് പ്രസാദമില്ല. ദൈവത്തിന്റെ പ്രസാദം ലഭിക്കാതെ പലരും നന്മ മാത്രം നോക്കിപ്പോകുമ്പോൾ, അതുകൊണ്ട് ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്നാൽ, നന്മയും പ്രസാദവും. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, പ്രസാദം. പലർക്കും മറുവശമുണ്ട്. പ്രസാദം, ദൈവത്തിന്റെ പ്രസാദം നേടണമെങ്കിലും അവർക്ക് നന്മയൊന്നുമില്ല. ജീവിതത്തിൽ ഇതുവരെ നന്മ അനുഭവിച്ചിട്ടില്ല. സംതിങ് റോങ് സംവെയർ. കാര്യം ദൈവത്തിന്റെ പ്രസാദം വരുമ്പോൾ നന്മയും വരുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു വിഷയം ഞാൻ തുറന്നു പറയട്ടെ. ബഥേൽ ചർച്ചിൽ വന്നിട്ട് ദൈവത്തിന്റെ പ്രസാദം, ദൈവത്തിന്റെ തിരുഹിതം കണ്ടുപിടിച്ചിട്ട് നന്മ ലഭിക്കാതെ പോയ വളരെ കുറച്ച് പേര് ഇല്ലാതെയും ഇല്ല. ഐ ഡോണ്ട് ഡിനൈ ദാറ്റ്. ദൈവത്തിന്റെ പ്രസാദം ഒരു പക്ഷേ നേടിക്കാണും, എങ്കിലും ഒരു നന്മയും ജീവിതത്തിൽ വന്നിട്ടില്ല. എനിവേസ്, ബൈബിൾ പറയുന്നു നന്മയും പ്രസാദവും, മൂന്നാമത്തേത് പൂർണ്ണതയുമുള്ള, the perfect will of God. സെക്കൻഡ് ബെസ്റ്റ് അല്ല, 2ാം തരത്തിലുള്ളതല്ല, the best will of God. ഇത് മൂന്നും ഒരുമിച്ച് വരണം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയുവാൻ യബ്ബേസ് പ്രാർത്ഥിച്ചു. തന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. കാര്യം ഈ വാക്യം വായിക്കുമ്പോൾ പിന്നത്തേതിൽ ദാവീദിന്റെ പട്ടണമായി മാറ്റപ്പെടുന്ന യബ്ബേസിന്റെ പട്ടണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. തന്റെ ജീവിതത്തിൽ ദൈവം താൻ ചോദിച്ചതിനൊക്കെ മറുപടി കൊടുത്തു. കാര്യം എവിടെയോ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം പ്രാർത്ഥിച്ച് പ്രാപിക്കുവാൻ തന്റെ ജീവിതത്തിൽ ഒരു തലം തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് കേൾക്കുവാൻ. ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. റൈറ്റ്? വാക്യം അറിയാവുന്നവർക്കറിയാം. അത് കേൾക്കുവാനല്ല. കേൾക്കുവാനായിരുന്നെങ്കിൽ പ്രസംഗം കേട്ടാൽ മതിയായിരുന്നു.
ഞായറാഴ്ച രാവിലെ 8:30 ആകുമ്പോൾ ഹാളിൻ്റെ അകത്ത് വന്നിരിക്കുക, പാസ്റ്റർ അങ്ങോട്ട് പ്രസംഗിക്കും. ആ പ്രസംഗം അങ്ങോട്ട് ചൂടായി വരുമ്പോൾ അറിയാം ദൈവത്തിൻ്റെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതാണ് എന്ന് തിരിച്ചറിയാം. നോ, പ്രസംഗത്തിൽ കൂടെ കേൾക്കണമെങ്കിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. കേൾക്കും, എല്ലാവരും ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കും, പക്ഷേ അതിൻ്റെ അകത്ത് നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ളത് നിങ്ങൾ കേൾക്കത്തില്ല. അതിൽ കൂടെ ചിലർ തിരിച്ചറിയും. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്, കേൾക്കേണ്ടതിനല്ല. എന്ന് സംസാരിക്കുമ്പോൾ ആ വാക്കുകൾക്കകത്ത്, ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ്, വാക്കുകളുടെ ഇടയിൽ ചിലതിനോട് ദൈവാത്മാവ് സംസാരിക്കും. ശൗലും തന്റെ സ്നേഹിതരും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ നട്ടുച്ചയ്ക്കുള്ള സൂര്യന്റെ പ്രകാശത്തെ വെല്ലുന്ന ഒരു പ്രകാശം തനിക്ക് ചുറ്റും മിന്നി. കുതിരപ്പുറത്തുനിന്ന് നിലത്ത് വീണു. അവിടെ കിടന്ന് ചോദിക്കുക, കർത്താവേ നീ ആരാകുന്നു? ഒരു ശബ്ദം, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? കർത്താവേ നീ ആരാകുന്നു? ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ആ ചോദ്യം ശൗൽ മാത്രം കേട്ടു. അടുത്ത് നിൽക്കുന്ന ഒറ്റയൊരുത്തം പോലും കേട്ടില്ല. ചിലർക്കൊരു മുഴക്കമൊക്കെ കേട്ടു, പക്ഷേ വേറെ ആരും കേട്ടില്ല. ഇന്നും ചിലർ മുഴക്കം കേൾക്കും, പറയുന്ന വാക്കുകൾ കേൾക്കും, ശബ്ദങ്ങൾ കേൾക്കും, എങ്കിലും അതിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ചിലതിനോട് സംസാരിക്കുന്നത് തിരിച്ചറിയണമെങ്കിൽ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളത് തിരിച്ചറിയണമെങ്കിൽ, ഇവിടെ ഞാൻ പറഞ്ഞിരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഗൾഫിന്റെ വാതിൽ തുറക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി അമേരിക്കയുടെ വാതിൽ തുറക്കുന്നു എന്ന് ഞാൻ പറഞ്ഞെന്നിരിക്കട്ടെ, നിങ്ങൾ നന്മയുടെ വാക്കുകൾ കേൾക്കും. എങ്കിലും നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്ത് എന്ന് തിരിച്ചറിയണമെങ്കിൽ അത് പ്രസംഗം കേട്ടാൽ മാത്രം പോരാ, പ്രസംഗം കേൾക്കണം. പ്രവാചകന്റെ അടുത്ത് പോയാൽ മാത്രം പോരാ, പ്രവാചകന്റെ അടുക്കൽ പോയാൽ തെറ്റില്ല. എങ്കിലും പ്രസാദവും പൂർണ്ണതയും ഉള്ളത് കേൾക്കണമെങ്കിൽ, അല്ല തിരിച്ചറിയണമെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു അതിനൊരു പ്രത്യേക കാര്യമുണ്ട്. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അവിടെ നിന്ന് തൊടാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അടുത്തത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കണം. Can you do that? ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുവാൻ സാധിക്കുമോ? സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ തലത്തിൽ എവിടെയോ വന്ന് കയറിയ ഒരു യബ്ബേസിനെ കുറിച്ച് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനിന്ന് സമയം അനുവദിക്കുന്ന അനുസരിച്ച് ചില പ്രാർത്ഥനകൾ കൂടെ തുടങ്ങും. കാര്യം പ്രാർത്ഥനയ്ക്ക് മറുപടി വന്ന ചില നിസ്സാര ഒരു സെന്റൻസിൽ വന്ന പ്രാർത്ഥനകളുണ്ട്, ചുരുക്കം വാക്കുകളിൽ വന്ന ചില പ്രാർത്ഥനകളുണ്ട്, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചതുണ്ട്, ഹൃദയത്തിൽ ഞരങ്ങി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്, ശബ്ദമുയർത്തി കരഞ്ഞു പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ട്. എത്രയും ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചെന്നോ ഇല്ലെങ്കിൽ ആരും അറിയാതെ പ്രാർത്ഥിച്ചെന്നോ ഒന്നുമല്ല വിഷയം. പ്രാർത്ഥനയ്ക്ക് മറുപടി വരണമെങ്കിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അത്യുന്നതന്റെ മറവിൽ വസിച്ച് അതുകൊണ്ട് സർവശക്തന്റെ നിഴലിൽ പാർത്ത് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ രഹസ്യ സ്ഥലങ്ങളിൽ ചെന്ന് അഭിഷേകത്തിന്റെ തലത്തിൽ പാർത്ത് ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും. അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് സ്വർഗം മറുപടി തന്നിരിക്കും. നിങ്ങൾ എന്ത് ചോദിച്ചാലും അതിന് മറുപടി വന്നിരിക്കും. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കകത്ത് മാറ്റങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യബ്ബേസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥന? നീ എന്നെ വാസ്തവമായി അനുഗ്രഹിക്കണം. Bless me indeed. Oh, that you would bless me indeed. നീ വാസ്തവമായി എന്നെ അനുഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. രണ്ട് എക്സ്ട്രീംസിൽ പ്രാർത്ഥിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ മുൻപിൽ വരച്ചു കാണിക്കുവാൻ ആഗ്രഹിക്കുക. ഒരു വശത്ത് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വാസ്തവത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ എനിക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല, എന്നെ അനുഗ്രഹിക്കണമെന്ന് ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല. കാര്യം അതൊരു സ്വാർത്ഥ പ്രാർത്ഥനയാണ്, സെൽഫിഷ് പ്രെയർ. എന്നെ കുറിക്കുന്ന ഒരു പ്രാർത്ഥന, എന്നെക്കുറിച്ച് ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കാറില്ല, എന്നെ അനുഗ്രഹിക്കണമേ എന്നൊരിക്കലും പ്രാർത്ഥിക്കാത്ത ഒരു എക്സ്ട്രീമിലുള്ളവർ, മറ്റുള്ളവരുടെ വിടുതൽ, മറ്റുള്ളവരുടെ രോഗസൗഖ്യം, മറ്റുള്ളവരുടെ അനുഗ്രഹം, മറ്റുള്ളവരുടെ നന്മ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിലും എനിക്ക് വേണ്ടി ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കുകയില്ല. മറുവശത്ത് മറ്റുള്ളവരെ കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ, ഞാനിന്ന് ഡ്രൈവിംഗ് സർവീസിൽ പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ഭാര്യ അനുഗ്രഹിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ അനുഗ്രഹിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, എൻ്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം, എൻ്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിയെ അനുഗ്രഹിക്കണം, അപ്പുറത്തെ വീട്ടിലെ ഒറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കത്തു പോലുമില്ല. അങ്ങനെ മറ്റൊരു വ്യക്തിയെക്കുറിച്ചോ മറ്റൊന്നിനെക്കുറിച്ചോ ചിന്തയില്ലാതെ എന്നെ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിരിക്കുന്നതും
മറ്റൊരു എക്സ്ട്രീം. ഇത് രണ്ടിനും മറുപടിയില്ല. പകരം യബ്ബേസ് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ പ്രാർത്ഥനയിൽ തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഹിതം ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം തന്നെ അനുഗ്രഹിച്ചു. അതർവൈസ് ഇറ്റ് വുഡ് നെവർ ബി ആൻസർഡ്. ആ പ്രാർത്ഥനയ്ക്ക് ഇല്ലെങ്കിൽ ഒരിക്കലും മറുപടി വരത്തില്ല എന്ന് ദൈവത്തിൻ്റെ പൈതൽ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാനും നമ്മൾക്കൊരു ചുമതലയുണ്ട്. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ നമുക്കൊരു ചുമതലയുണ്ട്. ചിലരുടെ ആത്മാവ് മറ്റൊരാത്മാവാണ്. യേശുവിൻ്റെ അരികിൽ ചിലർ വന്ന് പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ഇപ്പോഴേ ഇവരെ ആകെപ്പാടെ ചാമ്പലാക്കിയേക്കണം, നശിപ്പിച്ചേക്കണം. കർത്താവ് ചോദിച്ചു, നിങ്ങൾ ഏത് ആത്മാവിലാണ് ഈ സംസാരിക്കുന്നത്? ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മളുടെ ചുമതലയാണ്. നമ്മളെ ആക്കിയിരിക്കുന്ന ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മളെ കാവൽക്കാരാക്കി നിർത്തിയിരിക്കുന്ന ആ സമയത്ത്, ആ ദേശത്ത് ദൈവം ആക്കിയിരിക്കുന്ന ആ ദേശത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അബ്രഹാമേ, സൊദോം ഗൊമോറയിൽ അല്ലല്ലോ നീ താമസിക്കുന്നത്. അല്ല, എൻ്റെ സഹോദരൻ്റെ പുത്രനായ ലോത്ത് താമസിക്കുന്ന ആ സ്ഥലത്ത് ഏതോ ഒരു കണക്ഷൻ ഉണ്ട്. ആ ദേശത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. നമ്മളിൽ പലരും നമ്മളെ ആക്കിയിരിക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിലും നമ്മുടെ സഹോദരൻ്റെ പുത്രൻ താമസിക്കുന്ന ആ ദേശത്തിന് വേണ്ടി അവൻ വേണേൽ പ്രാർത്ഥിക്കട്ടെ. നമ്മൾ എന്തിനാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത്? നമ്മൾ നമ്മളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നോ, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായി. കാര്യമെന്ത്? കാര്യം മധ്യസ്ഥത അണയ്ക്കുവാൻ പ്രാർത്ഥനയിൽ മറുപടി വരുന്നത് പോലെ ദേശങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ തൻ്റെ പ്രാർത്ഥനയിൽ ഒരു തലം വെളിപ്പെട്ടു. കാര്യം പാപത്തിലും തെറ്റുകളിലുമാകുന്നവർക്ക് വിരോധമായി അവകാശങ്ങൾ ചോദിക്കുന്ന ഒരു അപവാദിയുണ്ട്. ആ അപവാദിയുടെ തലത്തെ മാറ്റി പകരം ദൈവത്തിൻ്റെ കരുണയിൽ, ദൈവത്തിൻ്റെ മനസ്സലിവിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ പ്രാർത്ഥിക്കണം. അതിൻ്റെ മറുപടി എത്രത്തോളം ദൈവം തരും എന്നുള്ളത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്. ബിക്കോസ് വി സർവ് എ സോവറിൻ ഗോഡ്. നമ്മൾ സേവിക്കുന്ന ദൈവം വലിയ ദൈവമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവമാണ് തീരുമാനിക്കുന്നത്. എങ്കിലും പ്രാർത്ഥിക്കുവാൻ നമ്മൾക്കൊരു ചുമതലയുണ്ട്. ഇതാ അബ്രഹാം പ്രാർത്ഥിച്ചു, ദേശത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. തൻ്റെ സഹോദരപുത്രനായിരിക്കുന്ന ലോത്ത് പാർക്കുന്ന ദേശത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. താൻ ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറി. യബ്ബേസ് ദൈവത്തിങ്കൽ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു. ദൈവഹിതത്തിനനുസരിച്ചുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചതിനാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. യബ്ബേസിനെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് ഈ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ആമേൻ പറഞ്ഞ ചിലരോട് പറയട്ടെ, ഇന്ന് ദൈവം ചിലരെ അനുഗ്രഹിച്ചിരിക്കും. I believe that. ചിലരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടിരിക്കും. നിങ്ങളുടെ ആരോഗ്യത്തിൽ അത് വെളിപ്പെട്ട് വരും. ഒരു രോഗം നിങ്ങളെ തൊടാത്തതുപോലെ, ഒരു പൈശാചിക വ്യാപാരം നിങ്ങളെ തൊടാത്തതുപോലെ, വാസ്തവത്തിൽ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചിലരോട് ഇന്ന് ഞാൻ പറയട്ടെ, വാസ്തവത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. വാസ്തവത്തിൽ അനുഗ്രഹത്തിന്റെ കരം നിന്റെ ജീവിതത്തിൽ വന്നിരിക്കും. സകല ആത്മീയ അനുഗ്രഹങ്ങളാലും, ചിലർ ശബ്ദമുയർത്തി പറയട്ടെ, സകല ആത്മീയ അനുഗ്രഹങ്ങളാലും, സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം ചിലരെ അനുഗ്രഹിച്ചിരിക്കും. ഞാൻ ഇന്ന് പ്രാവചനികമായി പറയുന്നത് പോലെ പറയുക, ദീർഘനാളുകളായി 20 വർഷത്തിലധികമായി ഇതുവരെ അനുഗ്രഹത്തിൽ നന്മയിൽ കടക്കാൻ കഴിയാത്ത ചിലതിനെ ഈ ദിവസങ്ങളിൽ ദൈവം നന്മയിലേക്ക് അഴിച്ചുവിടും. Praise the Lord, praise the Lord, praise the Lord. ദീർഘനാളുകളായി ദൈവിക അനുഗ്രഹത്തിലേക്ക് കടക്കുവാൻ കഴിയാത്ത ചിലതിനെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് അഴിച്ചുവിടും. ലോർഡ്, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി, അങ്ങയുടെ നീതി നിവർത്തിക്കപ്പെടുവാനായി ചിലതിനെ അങ്ങനെ കർത്താവ് റിലീസ് ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യബ്ബേസിനെ വാസ്തവത്തിൽ ദൈവം അനുഗ്രഹിച്ചു. നീ എന്നെ വാസ്തവത്തിൽ അനുഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. that you would bless me indeed എന്ന് ചിലർ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ മാത്രമേ അനുഗ്രഹിക്കാവേ എന്നല്ല, പകരം കർത്താവേ, എന്നെ ആക്കിയിരിക്കുന്ന ദേശത്തിന് വേണ്ടി, എൻ്റെ ചുമതലയിൽ കർത്താവ് തന്നിരിക്കുന്ന, എൻ്റെ സ്വാധീനത്തിൽ കർത്താവ് തന്നിരിക്കുന്ന, ആത്മീയ സ്വാധീനത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ഓരോ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. അതേസമയം വാസ്തവത്തിൽ എന്നെ ഒന്ന് അനുഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. അതൊരു തെറ്റുമില്ല പ്രാർത്ഥനയിൽ. യബ്ബേസ് പ്രാർത്ഥിച്ചു, ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. രണ്ടാമത്തെ പ്രാർത്ഥന, enlarge my borders, എൻ്റെ അതിരുകൾ വിശാലമാകണം. ഇന്ന് ചിലരുടെ അതിരുകൾ വിശാലമാകണം. അഗൈൻ ഇന്ന് രാവിലെ ഡ്രൈവിംഗ് സർവീസിൽ സംസാരിച്ചപ്പോൾ എന്നിങ്ങനെ പറഞ്ഞു, അതിര് മാന്തിയിട്ടത് പറയല്. നമ്മുടെ ഇടയിൽ അങ്ങനെ ആരുമില്ല. കാര്യം പ്രത്യേകിച്ച് ബാംഗ്ലൂർ പട്ടണത്തിൽ താമസിക്കുന്നവർക്ക് അതിര് മാന്താനും സാധിക്കത്തില്ല. അപ്പോൾ ഫിസിക്കൽ അതിര് മാന്തതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. എത്തിക്കൽ അല്ലാത്ത, ദൈവം അംഗീകരിക്കാത്ത രീതിയിൽ, നീതി അല്ലാത്ത രീതിയിൽ
വസ്തുവിൻ്റെ അതിർ മാന്തുകയല്ല, പകരം സ്വാധീനത്തിൻ്റെ അതിര് മാന്തുക. എൻ്റെ സ്വാധീനത്തിൽ, എൻ്റെ നിയന്ത്രണത്തിൽ, എൻ്റെ അധികാരത്തിൽ, എൻ്റെ ചുമതലയിൽ പെട്ടതല്ല എങ്കിലും അതിര് മാന്തിയെടുക്കുക. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ, അതിർ വിശാലമാകണമേ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നിഷ്കളങ്ക ഹൃദയമുള്ളവരുടെ അതിരുകൾ ദൈവം വിശാലമാക്കും. സ്വാധീനത്തിന്റെ വലയത്തെ ദൈവം അങ്ങ് വർദ്ധിപ്പിക്കും. He will increase the sphere of your influence. നിങ്ങളുടെ സ്വാധീനത്തിന്റെ വലയത്തെ ദൈവം അങ്ങ് വിശാലമാക്കും. ഇതുവരെ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വന്നവരുടെ ചിലരുടെ സ്വാധീനത്തെ ദൈവം മാറ്റും, അടുത്തൊരു ലെവലിലേക്ക് ദൈവം മാറ്റും. സീനിയേഴ്സിനെ ടച്ച് ചെയ്യുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ, ദൈവം നിങ്ങളുടെ കഴിവുകളെ വർദ്ധിപ്പിക്കും. ഇതുവരെ ഭവനത്തിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങി നിന്ന ചിലർ അടുത്ത ദിവസങ്ങളിൽ കോളേജിലേക്ക്, ഓഫീസുകളിലേക്ക് അവരുടെ സ്വാധീനത്തിന്റെ വലയം വർദ്ധിക്കുന്നതായി നിങ്ങൾ കാണുവാൻ സാധിക്കും. ഇതുവരെ ഒരു ചെറിയ ഗ്രാമത്തിൽ, ഒരു ചെറിയ പട്ടണത്തിൽ, ഒരു ചെറിയ സ്ഥലത്ത് മാത്രം നിങ്ങളുടെ ശുശ്രൂഷകൾ ഒതുങ്ങിപ്പോയ ചിലതിനെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു, ദൈവം നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കുവാൻ പോകുകയും, ശുശ്രൂഷയുടെ അതിരുകളെ വിശാലമാക്കുവാൻ പോകുകയും, സ്വാധീനത്തിന്റെ അളവുകളെ, അതിരുകളെ വിശാലമാക്കുവാൻ പോകുകയും. കാര്യം അത് ദൈവഹിതത്തിന് അനുസരിച്ചുള്ള പ്രാർത്ഥനയാണ് എന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ചിലതിനെ മതിൽ കെട്ടി ഒതുക്കി കളയുന്നത് പോലെ, കാരാഗ്രഹത്തിൽ ഒതുക്കി കളയുന്നത് പോലെ, വഴികളെ അടച്ചു കളയുന്നത് പോലെ, പൈശാചിക ശക്തികളാൽ, മാന്ത്രിക ശക്തികളാൽ വ്യത്യസ്ത തന്ത്രങ്ങൾ മെനഞ്ഞ് പലതിൻ്റെയും വിരോധമായി വാക്കുകൾ തൊടുത്തുവിട്ട് പലതിൻ്റെയും അതിരുകളെ അടച്ചു കളഞ്ഞ പൈശാചിക മണ്ഡലമേ, ഇന്ന് സഭയായി ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, ഞങ്ങളുടെ അതിരുകൾ വിശാലമായിരിക്കും. ഞങ്ങളുടെ അതിരുകൾ വിശാലമായിരിക്കും. നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്നെ ഒതുക്കി കളഞ്ഞെങ്കിൽ, നിന്നെ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്നെ ഒതുക്കി കളഞ്ഞെങ്കിൽ, നിന്റെ ശബ്ദം പുറത്തു വരാതെ, നിന്റെ സ്വാധീനം പുറത്തു വരാതെ, നിന്റെ കണക്ഷൻസ് ഒതുക്കി കളഞ്ഞെങ്കിൽ, എന്ന് പകൽക്കാലം കർത്താവിന് പറയാനുള്ളത്, എൻ്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഞാൻ നിന്നെ ഒരു സാക്ഷിയായി തെരഞ്ഞെടുത്തെങ്കിൽ നിന്റെ അതിരുകൾ വിശാലമായിരിക്കും. യേശുവിന്റെ നാമത്തിൽ ചില അതിരുകൾ വിശാലമാകട്ടെ. ഹല്ലേലൂയ. ആത്മീയമായി ചില അതിരുകൾ വിശാലമാകട്ടെ. ആരോടാ ഞാൻ സംസാരിക്കുന്നത്? ചിലതിനെയൊക്കെ ഒതുക്കിക്കളഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, വലിയ സ്വപ്നങ്ങളായിരുന്നു, വലിയ പ്രതീക്ഷകളായിരുന്നു, എങ്കിലും ജീവിതത്തിൽ ഇന്ന് നോക്കുമ്പോൾ ഒതുങ്ങിപ്പോയി. ഭവനത്തിൻ്റെ അകത്ത് ഒതുങ്ങിപ്പോയി. ആക്കിയിരിക്കുന്ന ഒരു ചെറിയ ഇട്ടാവട്ടത്തിൽ ഞാൻ ഒതുങ്ങിപ്പോയി. ഒതുക്കിക്കളഞ്ഞ ശത്രു ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഉയരട്ടെ. എൻ്റെ അതിരുകൾ വിശാലമാക്കണം എന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ വീണ്ടും ശക്തമായി വിളിച്ചു പറയട്ടെ. ചിലതിൻ്റെ അതിരുകൾ വിശാലമായിരിക്കും. നീ മതിലിന്മേൽ പടർക്കുന്നവനായിരിക്കും, ധാരാളം ഫലം കൊടുക്കുന്നവളായിരിക്കും. യേശുവിന്റെ നാമത്തിൽ മതിൽ കെട്ടി ഒതുക്കി കളയുവാൻ വരുന്ന ശത്രുവെ, മതിലിന്റെ മേൽ പടരുവാൻ, മതിൽ ചാടിക്കടക്കുവാൻ, മതിൽ ഇടിച്ച് പൊളിച്ച ബ്രേക്ക് ത്രൂവായി മുൻപോട്ട് പോകുവാൻ യേശുവിന്റെ നാമത്തിൽ ചിലതിന്റെ അതിരുകൾ വിശാലമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില അതിരുകൾ വിശാലമാകട്ടെ. ശബ്ദമുയർത്തി പറഞ്ഞോ, ശബ്ദമുയർത്തി പറഞ്ഞോ, യേശുവിന്റെ നാമത്തിൽ എൻ്റെ അതിരുകൾ വിശാലമാകുകയാണ്. എൻ്റെ യാത്രയുടെ അതിരുകൾ, ഹല്ലേലൂയ, എൻ്റെ വരുമാന മാർഗത്തിന്റെ അതിരുകൾ, എൻ്റെ കഴിവിന്റെ അതിരുകൾ, എൻ്റെ കോൺടാക്റ്റുകളുടെ അതിരുകൾ, എൻ്റെ ശുശ്രൂഷയുടെ അതിരുകൾ, എൻ്റെ ജീവിത അനുഭവങ്ങളുടെ അതിരുകൾ വിശാലമാകട്ടെ. തലമുറയെ ഒതുക്കിക്കളഞ്ഞ പൈശാചേ, ഞങ്ങളുടെ അതിരുകൾ വിശാലമാകുകയാണ്. ഞങ്ങളുടെ തലമുറകൾ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടുന്ന, ശോഭിക്കുന്ന സാക്ഷികളായി ഉയരുന്ന, ഹല്ലേലൂയ, 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 അറ്റരികത്ത് നട്ട വൃക്ഷം പോലെ ആയിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ. തളിർത്തു വളർന്നിരിക്കും. അതിരുകൾ വിശാലമായിരിക്കും. ചിലർ അതിരുകൾ വിശാലമായിരിക്കും. യേശുവിന്റെ നാമത്തിൽ അതിരുകൾ വിശാലമായിരിക്കും. അതിരുകൾ വിശാലമായിരിക്കും. അതിരുകൾ വിശാലമായിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഒതുക്കുവാൻ പരിശ്രമിക്കുന്ന ശത്രുവെ, യബ്ബേസിന്റെ പ്രാർത്ഥന ദൈവഹിതത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനയാകിയാൽ തന്റെ അതിരുകളെ വിശാലമാക്കിയതുപോലെ യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിന്റെ അതിരുകൾ വിശാലമാകട്ടെ. ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഒരു കാഴ്ച കാണുകയാണ്. പലതിനെയും മതിൽ കെട്ടി ഒതുക്കിക്കളഞ്ഞു. അവരോട് പറഞ്ഞു, നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, ഇറ്റ്സ് ഫോർ യുവർ പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ കാവലിന് വേണ്ടിയാണ്. ഇതിന് പുറത്തോട്ട് നിങ്ങൾ പോകത്തില്ല എന്നല്ല, ശത്രു നിന്റെ അകത്തോട്ട് വരത്തില്ല. കാഴ്ചപ്പാടുകളെ മാറ്റിക്കളഞ്ഞു. പുറത്തോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ പറയും, ഭോബിഷാജെ, ഞങ്ങളുടെ അതിരുകൾ വിശാലമാകും. പകരം പറഞ്ഞു, നിന്റെ കാവലിനായി, സംരക്ഷണത്തിനായി, സുരക്ഷിതത്വത്തിനായി നിന്നെ ഈ മതിലിന്റെ അകത്ത് നിർത്തുകയാ എന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ. ജോസഫ് മതിലിന്റെ മേൽ, ഓ ഹല്ലേലൂയ, മതിലുകൾക്കപ്പുറം
സംരക്ഷണത്തിനെന്ന് പറഞ്ഞ് ഒതുക്കിക്കളയുവാൻ വെച്ച സകല മതിലുകൾക്ക് അപ്പുറം ചിലർ പടർന്ന് പന്തലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Come out! Hallelujah, hallelujah, hallelujah. കാരാഗ്രഹത്തിന്റെ അകത്ത് ഒതുങ്ങിപ്പോയ ചിലത് അതിരുകൾ വിശാലമാകട്ടെ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കി, ഹല്ലേലൂയ, ഇളക്കി മറിച്ച് അതിന്റെ വാതിലുകളെ തുറന്ന്, താമ്ര കതകുകളെ തുറന്ന്, ഇരുമ്പോടാമ്പലുകളെ ഓടിച്ച് യേശുവിന്റെ നാമത്തിൽ ചിലർ പുറത്തു വരട്ടെ. ചില ഭാവിയെ അടച്ചു വെച്ചിരിക്കുന്ന ചില വലിയ മതിൽക്കെട്ടുകൾ യെരിഹോ മതിൽ ഇടിഞ്ഞു വീണതുപോലെ എന്ന് പകൽക്കാലം ഇടിഞ്ഞു വീഴുകയാണ്. ചില നന്മകളെ ബന്ധിച്ചു വെച്ചിരുന്ന എല്ലാ മതിൽക്കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അതിൽ വിശാലമാകാതെ, ഹല്ലേലൂയ, 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 മതിൽ കെട്ടി ഒളിപ്പിച്ചു വെച്ച സകലതും യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ആത്മാവിൽ ചിലർ ആരാധിക്കുമ്പോൾ വാസ്തവമായി എന്നെ അനുഗ്രഹിക്കണം, എന്റെ അതിർ വിശാലമാക്കണം, മതിൽ കെട്ടുകൾ തകർന്നു മാറട്ടെ എന്ന പകൽക്കാലം ആത്മാവിൽ ചിലർ ഉണരട്ടെ, ആത്മാവിൽ ചിലർ കുതിച്ചുയരട്ടെ, ആത്മാവിൽ ചിലർ പറന്നുയരട്ടെ. ഹല്ലേലൂയ. മന്ത്രവാദത്താൽ ഒതുക്കിക്കളഞ്ഞത്, തന്ത്രങ്ങളാൽ ഒതുക്കിക്കളഞ്ഞത്, വാക്കുകൾ തൊടുത്തുവിട്ട് ഒതുക്കിക്കളഞ്ഞത്, അശുദ്ധ സഖ്യതകളാൽ ഒതുക്കിക്കളഞ്ഞ ചിലത് പുറത്തു വരിക. Come out! യേശുവിന്റെ നാമത്തിൽ അവർ ചിലർ ശക്തന്മാരായി പുറത്തു വരട്ടെ. തലമുറകൾ ഒതുങ്ങിപ്പോയത് come out, പുറത്തു വരട്ടെ. തലമുറ ഭാവി ശക്തിയോടെ പുറത്തു വരുവാൻ. മണ്ട വെട്ടിക്കളഞ്ഞത്, ബുദ്ധിയെ കെടുത്തിക്കളഞ്ഞത്, കഴിവുകളെ ഇല്ലാതാക്കി കളഞ്ഞത്, സകലത്തെയും വെട്ടിമാറ്റുവാൻ പരിശ്രമിച്ചത് യേശുവിന്റെ നാമത്തിൽ അതിർ വിശാലമാകട്ടെ. വാസ്തവത്തിൽ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിർ വിശാലമാക്കി. 3, നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും ഇതിന് വിരോധമായി അറിഞ്ഞും അറിയാതെയും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. കരം അന്വേഷിക്കരുത്, മുഖം മാത്രമേ അന്വേഷിക്കാവൂ. കരമെന്ന് പറയുമ്പോൾ പ്രവൃത്തിയെ കാണിക്കുന്നത്, മുഖം എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഇന്റിമസിയെ കാണിക്കുന്നത്. ദൈവത്തിന്റെ കരം അന്വേഷിക്കരുത്, പ്രവൃത്തിയല്ല വേണ്ടത്, ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇന്റിമസി, ബന്ധമാണ് വേണ്ടത്. അവന്റെ മുഖം അന്വേഷിക്കുക. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. കരം നോക്കരുത്, മുഖം നോക്കണം. മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവിടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അതൊക്കെ യാഥാർത്ഥ്യമാണ്, ആവശ്യമാണ്, അത് ചെയ്യണം. എങ്കിലും കരത്തിലോട്ട് നോക്കരുത് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ യബ്ബേസ് പ്രാർത്ഥിച്ചു, നിന്റെ കരം എനിക്ക് അനുകൂലമായിരിക്കണം, എന്നെ സഹായിക്കുവാൻ അങ്ങയുടെ കരം എന്നോട് കൂടിയിരിക്കണം, അങ്ങയുടെ പ്രവർത്തികൾ എന്നോട് കൂടിയിരിക്കണം. ഒരു ദൈവദാസൻ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എവിടെയെങ്കിലും ദൈവത്തിന്റെ കരം കണ്ടു കിട്ടിയാൽ അത് മതി. കാര്യം കരം കണ്ടു കിട്ടിയാൽ മുഖം ഒത്തിരി അങ്ങ് ദൂരെ ഒന്നുമല്ല, കരത്തിന്റെ അരികിൽ തന്നെ ആ മുഖം. കരം കാണാത്തവരുണ്ടെങ്കിൽ മുഖം നിങ്ങളുടെ അയലോക്കത്തോട്, ആ 7 അയലോക്കത്തോടെ നിങ്ങൾ കണ്ടിട്ട് കാണത്തില്ല. കരം കണ്ടാൽ ഹല്ലേലൂയ മുഖം കണ്ടിരിക്കും. കൈപ്പത്തിയോളം മേഘം പൊങ്ങിക്കണ്ടാൽ പെരുമഴയ്ക്കായിട്ടുള്ള ഒരുക്കമായി കഴിഞ്ഞു. ഹല്ലേലൂയ. കരം വന്നു കഴിഞ്ഞാൽ മുഖം അടുക്കൽ തന്നെയുണ്ട്. അങ്ങയുടെ കരം എന്നോട് ചേർന്നിരിക്കണം, അങ്ങയുടെ പ്രവർത്തികൾ എന്നോട് ചേർന്നിരിക്കണം. ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ, ചലിക്കട്ടെ. ആ പ്രാർത്ഥന ഉയരട്ടെ. അങ്ങയുടെ കരം എനിക്ക് അനുകൂലമായിരിക്കണം, അങ്ങയുടെ കരം എന്നോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. ഈ കരം ചേർന്നിരിക്കുക ഇല്ലെങ്കിൽ കരം പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ ഞാൻ പറഞ്ഞുതരാം. ഓഫീസസിൽ ജോലി ചെയ്യുന്ന എത്ര പേരുണ്ട്? Can I see your hands? ഓഫീസസിൽ ജോലി ചെയ്യുന്ന എത്ര പേരുണ്ട്? ഓക്കെ, സോറി, റോങ് ക്വസ്റ്റ്യൻ. വർക്ക് ഫ്രോം ഹോം എങ്കിലും ചെയ്യുന്ന എത്ര പേരുണ്ട്? ഓഫീസിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്യുന്ന ആ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വിരോധമായി ആരെങ്കിലും പിൻപിൽ നിന്ന് എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാന്നിരിക്കട്ടെ, യുനോ, ആ സമയം നമ്മൾ അറിയുന്ന പോലുമില്ല. എങ്കിലും ദൈവത്തിന്റെ കരം അനുകൂലമായിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരം ചിലതിന് വിരോധമായി ദൈവം പ്രതികൂലമായി തിരിക്കും. എന്നെ പിൻഗമിക്കുന്ന ശത്രുവിന് വിരോധമായി അങ്ങയുടെ കരമൊന്ന് തിരിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ വിരോധമായി വരുന്ന ചിലതിന് നേരെ
ദൈവത്തിൻ്റെ കരം അങ്ങ് തിരിയും. പറയും, അവനെ പിൻഗമിക്കണ്ട, അവൾക്ക് വിരോധമായി നീ ഒന്നും പറയണ്ട, അവൾക്ക് വിരോധമായി നീ ചെയ്ത തന്ത്രങ്ങളെല്ലാം ഞാൻ അവൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ പോകുക. അവളെ തകർക്കുവാൻ നീ ചെയ്തത് അവളുടെ നന്മയ്ക്കായി, ഉയർച്ചയ്ക്കായി മാറ്റുവാൻ പോകുക. കരം കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം കൂടെ ഉണ്ടെങ്കിൽ, കരം കൂടെ ഉണ്ടെങ്കിൽ. യബ്ബേസ് പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ കരം എന്നോട് കൂടി ഇരിക്കണം. ഇന്ന് ചിലർ പ്രാർത്ഥിക്കണം, അങ്ങയുടെ കരം, അങ്ങയുടെ പ്രവർത്തന തലം, അങ്ങയുടെ പ്രവർത്തനങ്ങൾ. പലരുടെയും ജീവിതത്തിൽ പ്രവർത്തന തലങ്ങൾ കാണുവാനില്ല. കാര്യം കരത്തിനു വേണ്ടി പ്രാർത്ഥിക്കാറില്ല, മുഖത്തിനു വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. മുഖത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, കരത്തിനു വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത്. കരത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ആ കരം ചലിച്ചു തുടങ്ങിയാൽ ജീവിതം ധന്യമായിരിക്കും. യബ്ബേസ് പ്രാർത്ഥിച്ചു, അങ്ങയുടെ കരം എനിക്ക് അനുകൂലമായി ചലിക്കണം. അപ്പോൾ തുറക്കേണ്ട വാതിലുകൾ ആ കരങ്ങൾ തുറന്നിരിക്കും, അടയ്ക്കേണ്ട വാതിലുകൾ അടഞ്ഞിരിക്കും, തടയേണ്ടതിനെ തടഞ്ഞിരിക്കും. നീ പൊക്കോളാൻ നിനക്ക് ഹല്ലേലൂയ. വഴിയില്ലാതെ ഏത് വഴി പോകണം എന്നറിയാൻ വയ്യാതിരിക്കുമ്പോൾ ഒരു കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പോയിക്കോ, പോയിക്കോ, നിനക്കുള്ള വഴിയാണ്, ട്രാഫിക് ക്ലിയർ ചെയ്തിരിക്കുന്നു, ഗോ, മുൻപോട്ട് പോകുക. കരം അനുകൂലമായി ചിലർക്ക് വന്നിരിക്കും. ഹല്ലേലൂയ. ശത്രുവിന് പ്രതികൂലമായി നിനക്ക് അനുകൂലമായി വരുന്ന കരമുണ്ടോ? അത് പ്രാർത്ഥനയുടെ മറുപടിയാണ്. എന്ന് പകൽക്കാലം സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചിലർക്ക് അനുകൂലമായി ദൈവത്തിന്റെ കരങ്ങൾ, ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ വലം കരം, ദൈവത്തിന്റെ ബലമുള്ള ഭുജം ചിലർക്ക് അനുകൂലമായി, ചിലതിന്റെ മീതെ, ചിലതിനെ വഹിക്കുവാൻ, ചിലതിന് വഴി ക്ലിയർ ചെയ്യുവാൻ, ചിലതിന് ശത്രുവിന് വിരോധമായി കരം കാണിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ചിലതിന് അനുകൂലമായി ദൈവത്തിന്റെ കരങ്ങൾ ചലിക്കട്ടെ. ഹല്ലേലൂയ. ആ കരത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ദീർഘനാളുകളായി ഇതുവരെ ചലിക്കാതിരിക്കുന്ന പലതിനെയും എൻ്റെ ദൈവം ഒന്ന് ചലിപ്പിക്കും. ഒന്ന് ചിലതിനെ ഇളക്കി മറിക്കും, ഒന്ന് ചിലതിനെ കുലുക്കും, ഒന്ന് ചിലതിനെ എടുത്തു മാറ്റേണ്ടതിനെ മാറ്റും, ഒന്ന് ചിലതിനു വേണ്ടി ഉയർത്തേണ്ടതിനെ ഉയർത്തും. ബലമുള്ള ഭുജങ്ങളുടെ കീഴിൽ താണിരിക്കുന്ന ചിലതുണ്ടോ? തക്ക സമയത്ത് ആ കരം നിനക്ക് വേണ്ടി നിന്നെ ഉയർത്തുവാൻ, നിനക്ക് അനുകൂലമായി പ്രവർത്തിച്ചിരിക്കും. ഇന്ന് കണ്ണുനീരിൽ കൂടെ പോകുന്നവർ, ഇന്ന് ഭാരത്തിൽ കൂടെ പോകുന്നവർ, ഇന്ന് എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാൻ വയ്യാതിരിക്കുക. ചിലതിനോട് പറയട്ടെ, ബലമുള്ള ഭുജത്തിന്റെ കീഴിൽ തന്നെ താഴെ താഴ്ത്തിക്കോ. തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തിയിരിക്കും. നിന്റെ കരം എനിക്ക് അനുകൂലമായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യബ്ബേസിന്റെ പ്രാർത്ഥനയുടെ അടുത്ത ഭാഗം, എന്നെ സഹായിക്കണം, and that it would help me, എന്നെ സഹായിക്കണം. കരം കൂടെ ഉണ്ടെങ്കിൽ പോരായോ, സഹായത്തിനു വേണ്ടി പിന്നെയും പ്രത്യേകം പ്രാർത്ഥിക്കണോ? ഞാൻ അടുത്തതായി ഇന്ന് എനിക്ക് എടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അടുത്തതായി എടുക്കാൻ ആഗ്രഹിച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം. ഞാൻ പറഞ്ഞതുപോലെ പല പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കാൻ ആഗ്രഹിച്ചത്. അടുത്ത വാക്യം വായിക്കുന്നില്ല, ഡോണ്ട് വറി. എങ്കിലും ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് യേശു കർത്താവിൻ്റെ മനോഭാവം, പ്രാർത്ഥന നമ്മൾ കാണുവാൻ സാധിക്കും. അവിടെ കർത്താവായ യേശു ഗത്സമനയുടെ തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാനായി കടന്നു ചെല്ലുമ്പോൾ കാണുന്ന ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് മടങ്ങി യബ്ബേസിന്റെ ചരിത്രത്തിലേക്ക് മടങ്ങി വരാം. അവിടെ കാണുന്ന ഒരു കാര്യം, as was his habit, താൻ പതിവായി ചെയ്തു വരുന്നത് പോലെ, തൻ്റെ സ്വഭാവം എന്നതുപോലെ പതിവായി ചെയ്തു വരുന്നത് പോലെ താൻ ഗത്സമനിലേക്ക് ചെന്നു, ഇല്ലെങ്കിൽ ആ ഒലിവ് മലയിലേക്ക് ചെന്നു, തോട്ടത്തിലേക്ക് ചെന്നു, പതിവായി ചെയ്തു വന്നു. രഹസ്യ സ്ഥലം, ദ സീക്രട്ട് പ്ലേസ്. ശിഷ്യന്മാർക്കറിയാമായിരുന്നു പതിവായി പോകുന്ന ഒരു സ്ഥലമാണ്. അവരും തന്നെ അനുഗമിച്ചു. ഹെബിച്വൽ, നിരന്തരം ചെയ്യുന്നത്. ഹല്ലേലൂയ. ലെറ്റ് മീ ചാലഞ്ച് യു അഗൈൻ. ഇതിൻ്റെ അകത്ത് ദൈവശബ്ദം ചിലരുടെ ജീവിതത്തിൽ മുഴങ്ങട്ടെ. വേർ ഇസ് യുവർ സീക്രട്ട് പ്ലേസ്? നിങ്ങളുടെ രഹസ്യ സ്ഥലം എവിടെ? യേശു കർത്താവിന് അനേക രഹസ്യ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോകുന്ന ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് ഇവിടെ കാണുന്നത്. Maybe just want to help me read, Siddhi brother. പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. പതിവ് പോലെ. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, ദിവസം ആരംഭിക്കുന്നതിന് വളരെ മുൻപേ, early in the day, നിർജ്ജന പ്രദേശത്തേക്ക് പോയി പ്രാർത്ഥിക്കുന്ന സീക്രട്ട് പ്ലേസ്, രഹസ്യ സ്ഥലം. അത് പബ്ലിഷ് ചെയ്യുന്നില്ല, അതിന്റെ ഫോട്ടോ എടുത്ത് മാസികയിൽ പബ്ലിഷ് ചെയ്യത്തില്ല. രഹസ്യസ്ഥലം. ആ രഹസ്യസ്ഥലം കണ്ടുപിടിച്ച യേശുവിൻ്റെ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് പഠിപ്പിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക,
എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ചില കാര്യങ്ങൾ നടക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മറ്റു ചില കാര്യങ്ങൾ നടക്കും. ഇല്ലെങ്കിലും നടക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ 3 തട്ടായിട്ട് അതിനെ തിരിക്കാൻ ആഗ്രഹിക്കാം. നമ്പർ 1, നിങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നാളെ രാവിലെ സൂര്യൻ ഉദിച്ചിരിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇന്ന് വൈകിട്ട് സൂര്യൻ അസ്തമിച്ചിരിക്കും. ഓ, ഇന്ന് പാസ്റ്റർ പ്രാർത്ഥിക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് സൂര്യൻ അസ്തമിച്ചില്ല. നോ ഡോണ്ട് വറി, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ആര് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ദൈവം നിയമിച്ചിരിക്കുന്ന നിയമങ്ങൾ അതുപോലെ സംഭവിച്ചിരിക്കും. 2, പ്രാർത്ഥിച്ചില്ലെങ്കിൽ നടക്കുന്ന മറ്റു ചില കാര്യങ്ങൾ. പ്രാർത്ഥിച്ചില്ലെങ്കിൽ യേശു കർത്താവിന്റെ വാക്കുകളിൽ കർത്താവ് പറയുകയാണ്, പത്രോസേ, പിശാച് നിന്നെ പറ്റിക്കളയുവാൻ അനുവാദം ചോദിച്ചു. എടാ, നീ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഇരട്ടി തീവ്രതയോടെ പ്രാർത്ഥിക്കുന്ന മറ്റൊരു പിശാചുണ്ട്. നിന്നെ പാറ്റിക്കളയുവാൻ, നിന്നെ പരീക്ഷിക്കുവാൻ, നിനക്ക് വിരോധമായി അപവാദം പറയുന്നവൻ, നിനക്ക് വിരോധമായി അവകാശങ്ങൾ മുഴക്കുന്നവൻ, ഒരു അപവാദി, ഒരു പ്രതിയോഗി നീ അറിഞ്ഞും അറിയാതെയും നിനക്ക് വിരോധമായിട്ടുണ്ട്. അതുകൊണ്ട് ശിഷ്യന്മാരെ, pray that you not fall into all temptations. നിങ്ങൾ സകല പരീക്ഷകളിലും കടക്കാതിരിക്കുവാൻ പ്രാർത്ഥിക്കുക. അത് യേശു കർത്താവ് ആദ്യമായിട്ടല്ല പറയുന്നത്. മത്തായി സുവിശേഷത്തിൽ തന്റെ ശിഷ്യന്മാർ തന്നോടൊന്ന് ചോദിക്കുന്നു, ഗുരു, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാളെ രാവിലെ സൂര്യൻ ഉദിക്കണേനോ, അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല. അതൊക്കെ നടന്നോളും, കാര്യം അതിൻ്റെ അകത്ത് പ്രാർത്ഥനയുടെ ആവശ്യമില്ല. എങ്കിലും പ്രാർത്ഥിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അന്നന്നത്തേക്കുള്ള അപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ സൂക്ഷിക്കുവാൻ പ്രാർത്ഥിക്കണം. ആദ്യമായിട്ടല്ല ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ യേശു കർത്താവ് അത് പറയുന്നത്. നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നതേ ഉള്ളൂ. Pray that you do not fall into all temptations. സകല പരീക്ഷകളിലും നിങ്ങൾ അകപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുക. ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ദൈവഹിതം അനുസരിച്ചുള്ളതാണെങ്കിൽ അതിന് മറുപടിയുണ്ട്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ പരീക്ഷയിൽ അകപ്പെടും. അകപ്പെട്ടാൽ പിന്നെ ഒത്തിരി മെനക്കേട്. പണ്ട് തമ്പി പാസ്റ്റർ പറഞ്ഞതുപോലെ പിന്നെ പ്രാർത്ഥിക്കണം, ഒത്തിരി പ്രാർത്ഥിക്കണം. കർത്താവെ കഴുകണേ, മെഴക്കണേ, തുടച്ച് വൃത്തിയാക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കേണ്ടി വരും. കാര്യം എന്തുവാ? കാര്യം പരീക്ഷയിൽ അകപ്പെടാതെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ വിട്ടുപോയി. പിന്നെ ഒത്തിരി ഡാമേജ് കൺട്രോൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരും. എന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവായ യേശു പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ lead us not into temptation. പരീക്ഷയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. Pray that you fall not into all temptations. സകല പരീക്ഷകളിലും വീഴാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക. എങ്കിലും യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ 22:43 ഒന്ന് വായിക്കാമോ പ്ലീസ്? അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ഓക്കെ, ആംപ്ലിഫൈഡ് ബൈബിളിൽ അവന്റെ ആത്മാവിൽ അവനെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതൻ അരികിൽ വന്നു. ഒന്നും ചെയ്തില്ല, അടുക്കിൽ വന്ന് നിന്നാൽ മതി. അരികിൽ വന്ന് നിൽക്കുമ്പോൾ ശക്തി വന്നിരിക്കും. ഇന്ന് രാവിലെയും ഡ്രൈവിംഗ് സർവീസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ആൾക്കാർ വന്ന് പറഞ്ഞു, ഞാൻ മരണത്തോട് മല്ലിടുന്ന ചില സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. മരണത്തോട് മല്ലിടുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ചില സംഭവങ്ങളുണ്ടായി. അങ്ങനെ സംസാരിക്കുന്ന സകലരും പറയുന്ന ഒരു കാര്യമുണ്ട്. ആ സമയത്ത് ഫാമിലി മെമ്പേഴ്സ്, സ്നേഹിക്കുന്നവർ, ശുശ്രൂഷിക്കുന്നവർ, കൂട്ടു സഹോദരി സഹോദരന്മാർ അരികിൽ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കരം ഒരു ബലമാണ്. അത് അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഐ വാണ്ട് ടു സീ യുവർ ഹാൻഡ്സ്. ഐ നോ ഐ എം ടോക്കിംഗ് ടു യു. ഇത് വലിയ ഭാരത്തിൽ കൂടെ, കഷ്ടതയിൽ കൂടെ പോകുമ്പോൾ ചിലരുടെ സാമീപ്യം മതി നമ്മളെ ബലപ്പെടുത്തും, ധൈര്യപ്പെടുത്തും. അങ്ങനെ ഒരു സാമീപ്യമുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സൗഖ്യങ്ങൾ വ്യാപരിച്ചിരിക്കും. യേശുവിനെ ആത്മാവിൽ ശക്തീകരിച്ച്, ആംപ്ലിഫൈഡ് ബൈബിളിൽ strengthen him in the spirit. ആത്മാവിൽ യേശുവിനെ ശക്തീകരിച്ച്, ആത്മാവിൽ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ മനസ്സിലേക്ക് അത് വ്യാപരിച്ചിരിക്കും, ശരീരത്തിലേക്ക് വ്യാപരിച്ചിരിക്കും. റോമൻ പടയാളികളുടെ കർത്താവായ യേശു ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. ആ സമയം തന്നെ തൻ്റെ ജീവൻ അസ്തമിക്കേണ്ടതായിരുന്നു. എങ്കിലും തൻ്റെ ശരീരത്തിന് താങ്ങുവാൻ കഴിയുന്നതിനേക്കാൾ അധികം എവിടെയാണ് ആരംഭിച്ചത്? വിയർപ്പ് തുള്ളികൾ രക്തം പോലെ നിലത്തേക്ക് വീണു. മേജർ തിങ്. അവിടെ തന്നെ മരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. എങ്കിലും ശരീരത്തെ ബലപ്പെടുത്തി ദൂതൻ. അതിനെ തുടർന്ന് ക്രൂരമായ മർദ്ദനത്തിന്റെ മുൻപിൽ യേശുവിന്റെ ശരീരം
മരണത്തിന് വിധേയപ്പെടുവാൻ സകല സാധ്യതയും ഉണ്ടായിരുന്നു. ദൂതൻ ബലപ്പെടുത്തി. അതുകൊണ്ട് കാൽവറി ക്രൂശിൽ മരത്തിന്മേൽ തൂങ്ങുന്നവനൊക്കെയും ശപിക്കപ്പെട്ടവൻ എന്നുള്ള ആ വാക്യത്തിനനുസരിച്ച് തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ കാൽവറി ക്രൂശിൽ കയറിയ യേശു, so that he may lay down his life. തൻ്റെ ജീവൻ ആരും എടുത്തെന്നല്ല, നഷ്ടപ്പെട്ടെന്നല്ല, സ്വതവേ സ്വമനസ്സാൽ അത് അനേകർക്കായി നൽകുവാൻ, എനിക്കായി നൽകുവാൻ, നിങ്ങൾക്കായി നൽകുവാൻ, നൽകപ്പെടുവാൻ, ആ ജീവനെ ഏകുവാൻ, ആ ജീവൻ കൊടുക്കുവാൻ യേശുവിൻ്റെ ശരീരത്തെ ബലപ്പെടുത്തിയ ഒരു ദൂതൻ്റെ ശുശ്രൂഷ. പ്രാർത്ഥിക്കുവാൻ ചെന്നപ്പോൾ ദൂതൻ അരികിൽ വന്നു. ഒരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ അരികിൽ വരുന്ന ദൂതനെ നിങ്ങൾ കാണത്തുപോലുമില്ല. ഒരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയത്തില്ലെങ്കിലും നിങ്ങളുടെ ആത്മാവിൽ ആ ബലം പകരുവാൻ, ശക്തി പകരുവാൻ ദൂതൻ വന്നിരിക്കും. ആ ബലം വർദ്ധിച്ചു കഴിഞ്ഞാൽ, വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളെക്കാൾ എത്ര ശക്തിയുള്ള ശത്രുവാണ് നിങ്ങളെ എതിർക്കുവാൻ വരുന്നത് എന്ന് വിചാരിച്ചാലും, ആ ശത്രുവിൻ്റെ മുൻപിൽ നിങ്ങളെ ശക്തീകരിച്ചു കഴിയുമ്പോൾ ശത്രു പറയും, ഈ വ്യക്തിയോട് മുട്ടാതിരിക്കാൻ നല്ലത്, ഉള്ള എല്ലോ ഒടിക്കാതെ പോകുക ബുദ്ധി. അതുകൊണ്ട് നിങ്ങളെ തൊടാതെ ആ പിശാചം ഓടിപ്പോകുന്നത് പോലെ ചിലരെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുവാൻ പോകുകയും ബലപ്പെടുത്തുവാൻ പോകുകയും. കഴിഞ്ഞൊരു ദിവസം ഇതേ പ്ലാറ്റ്ഫോമിൽ ഞാൻ പറഞ്ഞ ആ ഒരു ആശയം വീണ്ടും ആവർത്തിക്കട്ടെ. എൻ്റെ സെയിം ഹൈറ്റ് ഉള്ള ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ തമ്മിലൊരു പോരാട്ടമുണ്ടെങ്കിൽ, ഒരു ചെറിയൊരു ഫൈറ്റ് ഉണ്ടെങ്കിൽ, രണ്ടുപേർക്കും ഒരു സംശയം കാണും. നോക്കാം, ഏതായാലും ഒന്ന് ഫൈറ്റ് നോക്കാം, ആർക്കാ കുറച്ചും കൂടെ ആരോഗ്യമുള്ളതെന്ന് നോക്കാം, ആരാ ജയിക്കുന്നതെന്ന്. കാര്യം സെയിം ഹൈറ്റ്. അല്പം കൂടെ ഹൈറ്റ് ഉള്ളതോ ഹൈറ്റ് കുറഞ്ഞ ഒരാൾ വന്നാലും തമ്മിൽ ആലോചിക്കും, ശരി കുറച്ചൊരു വ്യത്യാസമുണ്ട്, ഒരടിയുടെ വ്യത്യാസമേ ഉള്ളൂ, നോക്കാം, ഒരടി വ്യത്യാസമുണ്ടെങ്കിലും ആരോഗ്യം ആർക്കാ കൂടുതലെന്ന് നോക്കാം. എങ്കിലും എനിക്ക് ഒരു 5.5 അടി ഹൈറ്റ് ഉണ്ടെങ്കിൽ വരുന്ന ഒരാൾക്ക് 10 അടി ഹൈറ്റ് ആണെങ്കിൽ അയാളുടെ മുട്ടറ്റമേ ഞാൻ വരത്തുള്ളൂ, ഇല്ലെങ്കിൽ അയാളുടെ പകുതിയേ ഞാനുള്ളൂ. അയാൾ കൈ ഒന്ന് വീശാൽ മതി, തട്ടി താഴെ പോകും. അത്രയും വലിയ മസിലുള്ള ഒരാളിനെ കണ്ടു കഴിയുമ്പോൾ ഞാൻ ഓർക്കും, വഴക്കുണ്ടാക്കി അടികിട്ടി എല്ലും ഒടിച്ചു പോകുന്നതിനേക്കാളും അങ്ങ് മാറിപ്പോകുക നല്ലത്. കാര്യം ആ ആളിനെ കാണുമ്പോഴേ അറിയാം ഇത്രയും ഹൈറ്റുള്ള ഒരാളാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവം ചിലരെ ഈ ദിവസങ്ങളിൽ ശക്തീകരിക്കാൻ പോകുകയും ബലപ്പെടുത്താൻ പോകുകയും. ആ ബലം വന്നു കഴിയുമ്പോൾ കാണുന്ന ശത്രു പറയും, ഒന്ന് പോരാടിയേച്ച് പോകാം എന്നല്ല, ഇയാൾ പോരാടാതെ പോകാതിരിക്കാൻ നല്ലത്, മാറിപ്പോകുക ബുദ്ധി എന്ന് പറഞ്ഞ് ശത്രു അടുത്തു വരാതെ ചിലതിൻ്റെ അരികിൽ നിന്ന് മാറിപ്പോകുന്നത് പോലെ ചിലതിൻ്റെ ബലത്തെ ദൈവം ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിനെ ആത്മാവിൽ ശക്തീകരിച്ചു, ബലപ്പെടുത്തി. മടങ്ങി വരട്ടെ. യബ്ബേസിന്റെ പ്രാർത്ഥന, നീ എന്നെ വാസ്തവത്തിൽ സഹായിക്കണം, ഹെൽപ്പ് മീ, എന്നെ തൊട്ട് സഹായിക്കണം, എന്നെ സഹായിക്കണം. ഒടുവിൽ പറയുകയാണ്, അനർത്ഥം വ്യസനകാരണമായി തീരരുത്. കാര്യം അനർത്ഥം കൊണ്ടുവരുവാൻ നിൽക്കുന്ന ഒരു ശത്രു ഒരു യാഥാർത്ഥ്യമാണ്. അനർത്ഥം വ്യസനകാരണമായി തീരല്ല. ആ പ്രാർത്ഥന ദൈവഹിതത്തിനനുസരിച്ചുള്ള പ്രാർത്ഥന ആകുകയാൽ അതിന് മറുപടി വന്നു. ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിൽ നിന്നും ദൈവഹിതത്തിനനുസരിച്ചുള്ള ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് അതിന് വലിയ മറുപടികൾ കൊണ്ടുവരുവാൻ ദൈവം ചിലതിനെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യബ്ബേസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് പഴയ നിയമത്തിലെങ്കിലും ദൈവം മറുപടി കൊടുത്തത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, ഇന്ന് ഞങ്ങൾ സഭയായി അങ്ങയുടെ ജനം ഒരുമിച്ച് കടന്നു വന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, യേശുവേ, അങ്ങയുടെ ജനത്തെ കർത്താവ് ഒന്ന് തൊടണം, അങ്ങയുടെ ജനത്തെ കർത്താവ് ഒന്ന് അനുഗ്രഹിക്കണം, അങ്ങയുടെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണം, അങ്ങയുടെ മുഖം ഞങ്ങൾക്ക് മീതെ പ്രകാശിക്കണം, അങ്ങയുടെ മുഖപ്രസാദത്തിൽ ജീവിക്കുവാൻ കർത്താവ് ഇടയാക്കണം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, വാസ്തവമായി ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് അങ്ങയുടെ കരം അനുകൂലമായിരുന്നു അതിർ വിശാലമാക്കി അനർത്ഥ വ്യസനകാരണമായി തീരാതെ അങ്ങയുടെ ജനത്തെ പരിപാലിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. തുടർന്ന് സ്തോത്ര കാഴ്ചകൾ, ദശാംശങ്ങൾ സ്വർഗം അംഗീകരിക്കണം, മാനിക്കണം. സ്തുതി സ്തോത്രങ്ങൾ കർത്താവ് അംഗീകരിക്കണം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പാട്ടുകൾ പാടി സ്തോത്ര കാഴ്ച എടുക്കുവാനുള്ള സമയം. ഹല്ലേലൂയ. കേട്ട വചനത്തെ ഓർത്ത് കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ചേർന്ന കരങ്ങളെ തട്ടി പാടാമല്ലോ. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ,
മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ. യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിയാ. യേശു എന്നെ വീണ്ടെടുത്തു, യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിയാ. യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി. യേശു എന്നെ വീണ്ടെടുത്തു, യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി. യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങളങ്ങ് പിന്നെയും സ്തുതിക്കുന്നു. ഇന്ന് ദൈവകരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുവാൻ തൃക്കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളോട് സംസാരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ സ്തോത്രവും സ്തുതിയും ബഹുമാനവും അങ്ങ് അംഗീകരിച്ചു. ദൈവം ഞങ്ങൾക്ക് തന്ന ഭൗതിക നന്മകളിൽ നിന്നും ദൈവത്തെ വാഴ്ത്തുവാൻ ഞങ്ങൾക്ക് കൃപ തന്നു. സകലത്തിൻ്റെ നടുവിൽ അങ്ങ് രാജാവായി ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതിനായി സ്തോത്രം. അങ്ങയുടെ ജനം പിരിഞ്ഞു പോകട്ടെ, അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ. അങ്ങയുടെ ജനത്തോടുകൂടെ ദൈവത്തിൻ്റെ കൃപയിരിക്കണമേ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു പരിപാലനം ഞങ്ങൾ കാണട്ടെ. അടുത്ത ദിവസങ്ങളിലേക്ക് ആവശ്യമുള്ള ദൈവശക്തിയാൽ ഇന്ന് നിറച്ചതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ബലവും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടംപെട്ട ഓരോ ആവശ്യങ്ങളോടും നമ്മോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സമാധാനത്തോടെ പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.